അമ്മേ മൂകാംബികയെ സർവ്വ ഐശ്വര്യങ്ങളിൽ നിന്ന് അനുഗ്രഹിക്കുമാറാകണേ. ദേവി ഒരുപാട് മണിയടിക്കണ്ട, സമയം എത്രയായിന്നറിയോ? ദേവി, ആഗ്രഹിച്ചതുപോലെ നീ എനിക്ക് ഇന്ദൂട്ടിയ ഭാര്യയെ തന്നു. ഞാൻ ഭാഗ്യവാനാണ്. വേണ്ട വേണ്ട, മണിയടി ഇങ്ങോട്ട് വേണ്ട. പക്ഷേ പക്വതയും പാകതയും തീരെ പോരാ. എനിക്ക് ഫസ്റ്റ് അവർ ക്ലാസ് ഉള്ളതാ. കോളേജ് അധ്യാപികയെ ചാർജ് എടുത്ത് അധികമായിട്ടില്ലാത്തതിന്റെ വെപ്രോളും പരവേശവും ഒന്നും ഇനിയും മാറിയിട്ടില്ല. അതൊന്നും മാറ്റി കൊടുക്കണേ ദേവി. പാന്റും ഷർട്ടും എടുത്തു വെച്ചിരിക്കണു. കൊഞ്ചാതെ വേഗം ചെന്ന് ഡ്രസ് ചെയ്യുന്നേട്ടാ. ഇന്ദൂട്ടിക്കും കൂടി വേണ്ടിയാ ദേവി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ദൂട്ടി, ഇതാണോ പാന്റും ഷർട്ടും? ആ, അത് മതി. മതി നന്ദേട്ടാ, നല്ല കുട്ടപ്പനായിട്ടുണ്ട്. ഈടെ തന്നെ സൗന്ദര്യബോധം തീരെ പോരാ. ഡ്രസ് സെലക്ഷൻ ഒക്കെ വെരി പുവർ. ഇതാ നോക്കി, ഇത് മാച്ച് ആവുമോ? ഇത്രയും മാച്ചിങ് മതി. പഴയതുപോലെ ചെത്തിമിനിക്ക് നടന്നാലേ. ഓ, യു ആർ സോ സെൽഫിഷ്. ഞാനിപ്പോ ഇത്തിരി സെൽഫിഷാ. ഞാനൊരു ഫ്രീ ബേർഡായിട്ട് ഇങ്ങനെ പറന്ന് നടക്കുന്നില്ല, നിനക്ക് അസൂയുണ്ടല്ലേ? ആ ഉണ്ട്. കൊറേ ഇങ്ങനെ പറന്ന് നടന്നതല്ലേ. ഇനി എന്റെ മുനി കൊമ്പിലിരുന്ന് ഇത്തിരി റെസ്റ്റ് എടുക്ക്. പെണ്ണ് കെട്ടിയ കണ്ണ് കെട്ടിന്ന് കാരണവന്മാര് പറയുന്നത് എത്ര ശരിയാന്ന് ഇപ്പഴാ ബോധ്യമായത്. മതി മതി, കണ്ണ് മാത്രമല്ല നിങ്ങളുടെയൊക്കെ കയ്യും കാലും കെട്ടിയിടണം. വാ വാ. ഇന്ദുട്ടിയെ, നിന്റെ ചുമട്ടുപണി നിർത്താറായില്ലേ? ഉച്ചക്ക് പിന്നെ എന്ത് ചെയ്യും? വായി ഭക്ഷിക്കൂ. ഞാൻ ഈ ബുക്ക് ചുമടുന്ന കാര്യം പറഞ്ഞു. എനിക്ക് ക്ലാസ് എടുക്കണ്ടേ? അതിന് ചുമടുമായിട്ട് വരുന്ന ചില പുസ്തക പുഴുക്കൾ ഫ്രണ്ട് ബെഞ്ചിൽ തന്നെ ഉണ്ടാവില്ലേ? അതിന്ന് പറഞ്ഞ എടുക്കുക, ലെക്ചർ ചെയ്യുക. ദാറ്റ്സ് ഓൾ. വേണ്ട, എനിക്ക് ആരുടെയും കൺസിഡറേഷൻ ഒന്നും വേണ്ട. കോൺവെന്റിലെ ശിക്ഷണത്തിന്റെ ദൂഷ്യം. ആ ദൂഷ്യം ഞാൻ സഹിച്ചു. ഓ, ഇതാര് കല്യാണിയോ? എപ്പോ വന്നു? ഞാനിപ്പോ വന്നേ ഉള്ളൂ. എന്നിട്ടെന്താ ബെല്ലടിക്കാഞ്ഞേ? ഒളിഞ്ഞെന്ന് കേൾക്കണ ശീലം അത്ര നല്ലതല്ല കേട്ടോ. അയ്യോ, ഞാൻ കല്യാണിക്ക് അങ്ങനത്തെ ദുശീലങ്ങൾ ഒന്നുമില്ല. ഉണ്ടോ? ഈശ്വരനാണേ ഇല്ല. അല്ല, എന്താ ഇത്ര വൈകിയത്? സമയം എത്രയെന്നറിയോ? ഇന്ന് എന്റെ മംഗലം കഴിഞ്ഞ ദിവസം. അത് ശരി, അതാണ് കുളിച്ച് കുറിയൊക്കെ തൊട്ട് നല്ല കുട്ടപ്പിയായിട്ടല്ലേ? ലേറ്റ് ആകുന്നു. ഇന്നലെ പോകുമ്പോഴേ പറയാറുന്നില്ലേ? വീട്ടിൽ ചെന്നപ്പോ പിള്ളേരുടെ അച്ഛൻ വന്നിക്കണോ, വരുമെന്ന് കരുതിയതല്ല. അപ്പൊ ഇന്നലെ നല്ല ആഘോഷമായിരുന്നു അല്ലേ? ഒന്ന് പോ സാറേ. ആ മതി, ഇങ്ങോട്ട് കേറ്. എന്തൊക്കെയാ ചെയ്യേണ്ടെന്ന് പറയാം. റീസേ, കാസറ്റ് മാറണ്ടേ? ആ വേണം, ഒരു മിനിറ്റ്. നന്ദേട്ടനാ കല്യാണിക്ക് വളം വെച്ച് കൊടുക്കുന്നത്. കുറച്ചൊക്കെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തില്ലെങ്കിലേ തലേ കയറിന്ന് ചെവി തിന്നും. ഞാൻ പറഞ്ഞേക്കാം. ഓ എടി, ഇത്തിരി സോപ്പിട്ട് നിന്നില്ലെങ്കിലേ അവരവരുടെ പാട്ടിന് പോവും. ഇക്കാലത്ത് വേലക്കാരി കിട്ടാനുള്ള ബുദ്ധിമുട്ടറിയാലോ. എന്ന് കരുതി പൊട്ടുന്ന താളത്തിനൊക്കെ തുള്ളണോ? അവരുടെ ഒരു കുണുങ്ങിന് കണ്ടില്ലേ? ഒരൊറ്റ കുത്തു വെച്ച് കൊടുക്കാൻ തോന്നും. ചിരിക്കണ്ട. ഒരു ലെക്ചർ ആണെന്നുള്ള സീരിയസ്നെസ് നന്ദേട്ടനില്ല. സ്റ്റുഡൻസിനോടായാലും സെർവൻസിനോടായാലും കൂടെ കൂടിക്കോളും. തന്റെ ഈ സ്ട്രിക്റ്റും ഡിസിപ്ലിൻ ഒന്നും ഇക്കാലത്ത് നടക്കില്ല. സ്ട്രിക്റ്റിന്റെ അല്ല, ഐ ആം ടെല്ലിംഗ് അബൌട്ട് റെസ്പോൺസിബിലിറ്റി. ഓക്കെ ഓക്കെ, രാവിലെ വെറുതെ ചൂടാവണ്ട. വാക്കാറ് എങ്ങനെയുണ്ട്? നല്ല ഫിലിം സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആ, ട്രീസയുടെ ഫോൺ കണക്ഷന്റെ കാര്യം എന്തായി? സോറി, അടുത്ത മാർച്ച് വരെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ടി വരും. അയ്യോ, ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ഭർത്താവിന്റെ സ്വരം കേൾക്കാൻ കാതോർത്തിരിക്കുന്ന ഒരു വിരഹണിയുടെ ദുഃഖമൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും. യു ആർ ഓൾവേസ് വെൽക്കം. മാഷേ, ഇച്ചിരി നല്ല കാസ്കറ്റ് കൊണ്ടുവന്നൂടെ? ഇതില് മുഴുവൻ കരച്ചിലും പിഴിച്ചിലും തന്നെ. നല്ല ഇടിയുള്ള പടം എടുത്തൂടെ? ആ അച്ചായന്റെ. ഏത് അച്ചായൻ? ആ മൂക്ക് പതിഞ്ഞൊരുത്തൻ. ഓ, ജാക്കി ചാൻ. അതില് നല്ല ഇടിയുള്ളൊരു പടമുണ്ട്, അമ്മായിയമ്മയും മരുമോളും തമ്മില്. അതായാലോ? പരദൂഷണം പറയാനാ രാവിലെ തന്നെ തുള്ളിച്ചാടി വന്നിരിക്കുന്നത്. അമ്മ, ഞാൻ വേണ്ട, ഒന്നും വിസ്തരിക്കണ്ട. എന്റെ മോൻ ദുബായി കിടന്ന് പൊരിയണ്ടേ എനിക്ക് സൂഹിക്കാനാ. അതിനാരും കണ്ണു കടിച്ചിട്ട് കാര്യമില്ല. ഞാൻ അതൊന്നും പറഞ്ഞില്ല. എനിക്ക് അറിഞ്ഞൂടെ നിന്നെ, ചിട്ടിക്കാരൻ വർക്കിയുടെ മോള് ട്രീസ കുട്ടീനെ. കൊണ്ടാടിയുണ്ട്. എന്തായാലും ട്രീസയ്ക്കിന്ന് ഒരു ദിവസത്തേക്കുള്ള കോളായിട്ടുണ്ട്. തനിക്ക് എന്ത് പറ്റി? എങ്ങോട്ടാ പോകുന്നേ? കോളേജിലേക്ക് ടേൺ ചെയ്യേണ്ട വഴി കഴിഞ്ഞു.
സോറി. പക്വതയും പാകതയും ഇല്ലാത്തത് എനിക്കോ നന്ദേട്ടനോ? ഈ റാപ്പ് മ്യൂസിക്കിന്റെ ഹൃദയത്തിൽ ഞാൻ ഏതോ ഒരു ഇല്യൂഷനിലായി പോയി. ഈ കാസറ്റ് എടുത്ത് ആദ്യം കളയണം. എന്തൊരു ഫാസ്റ്റാ. ലീവ് ഇറ്റ് മാഡം, ഇത്തിരി ഫ്രീക്ക് ആയി പോയി. ഫ്രീക്കായി സ്വന്തം വഴി മറക്കണ്ട. ഓക്കേ. ഹായ്, ഗുഡ് മോർണിംഗ് എവരിബഡി. ഗുഡ് മോർണിംഗ് സർ. മറ്റേ കേസ് കുഴപ്പമില്ല. രാവിലെ വയറിന്റെ താഴെ രണ്ട് കാലം കെട്ടിച്ചിട്ടുണ്ട്. ഞാൻ പോയി എന്റെ തവള. അയ്യോ എന്റെ വെള്ളം കൂടി മുട്ടിയേ, എനിക്ക് അവിടെ കൊല്ലാതെ. എന്താ ജയിക്കിപ്പോ അവിടെ ഒരു ബഹളം? ആരെങ്കിലും കുരിശുമത്തിറക്കിയ? ആ കറിയാച്ചനാ. അവനെന്താ തുണിയിലാണ്ട് കിടക്കാ? അല്ല ചോ, ലാബറട്ടറിയിലേക്ക് തവളയെ കൊണ്ട്. ഞാൻ തോറ്റൂലോ. ആ പിള്ളേരെ മുമ്പിൽ കൂടെ തവളേനെ കൊണ്ടുവരരുതെന്ന് പല 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 വട്ടം ഞാൻ പറഞ്ഞിട്ടുള്ളതാ. ഇന്ന് യാവനെന്ന് ഞാൻ അല്ലെങ്കിൽ വേണ്ട. Okay, bye. Bye. See you guys. Hi. Excuse me. എവിടെയായിരുന്നു ഇതുവരെ? ട്രാഫിക് ജാം ആയിരുന്നു. എന്നും ഇങ്ങനെ ജാമായിട്ട് വന്നാലേ ഒടുവിൽ ഒരുപാട് വിഷമിക്കേണ്ടി വരും. Get in. What yaar? Who made the noise? Stand up. Yourself, Monica. Reshma. Priya. Shine ചെയ്യാ. അമേരിക്കയിൽ നിന്നും ജർമ്മനിയിൽ നിന്നും ഒക്കെ പാരന്റ്സ് നിങ്ങളെ ഇങ്ങോട്ട് കയറ്റി അയച്ചതേ സംസ്കാര സമ്പന്നരാക്കാൻ വേണ്ടിയാ. സമ്പന്നരായില്ലെങ്കിലും തീരെ ദരിദ്രവാസികളാകരുത്. എന്റെ ക്ലാസ്സിൽ ഇരിക്കണമെങ്കിൽ കുറച്ചുകൂടി അന്തസ് കീപ്പ് ചെയ്യണം. എന്തു പറയുന്നു? We will try. ട്രൈ ചെയ്താലൊന്നും പോരാ. യു മസ്റ്റ് സിറ്റ് ഡൗൺ. കർത്താവിനെ ഓർത്ത് എന്നെ എങ്ങനെ നാണം കെടുത്തല്ലേ? എനിക്കറിയാവടി, ഞാനിപ്പോ നിനക്കൊരു നാണക്കാരാ. നീ വലിയ ലൈബ്രറി അസിഡന്റ്, ഞാൻ വെറും ക്യൂട്ട്. എട്ടവനാണെന്ന് പറയാൻ നിനക്കിപ്പോ നാണക്കേട് കാണും. പ്യൂണായതിൽ എനിക്ക് ഒരു നാണക്കേടുമില്ല. ഈ തവളപിടുത്തം ഒന്ന് നിർത്താനേ പറഞ്ഞുള്ളൂ. വേണ്ട, തവളക്കാരും പറഞ്ഞു നീ എന്നെ ഒതുക്കണ്ട. നിന്റെ സ്ത്രീധനം കൈക്കൂലിയായി കൊടുത്ത് ജോലി വാങ്ങിക്കുന്നുള്ള അഹംഭാവമാണ് നിനക്ക്. ഇതാ ഞാൻ പറഞ്ഞ അച്ഛന് കോംപ്ലക്സ് ആണെന്ന്. കോംപ്ലക്സ് നിന്റെ എന്റെ ഈശോയെ, ആരെങ്കിലും കേക്കും. കേക്കട്ടടി, എന്നെ കുറിച്ച് പരദൂഷണം പറഞ്ഞു നടക്കുന്ന നിനക്കാണോ എനിക്കാണോ കോംപ്ലക്സ് എന്ന് കേൾക്കുന്നവർ പറയട്ടെ. ഞാൻ പരദൂഷണം പറയുന്ന അച്ഛൻ കേട്ടോ? എന്നതാ ഞാൻ പരദൂഷണം പറയുന്ന അച്ഛൻ കേട്ടോന്ന്? കേട്ടോന്ന് ചോദിക്കാ. സ്വന്തം കാതുകൊണ്ട് കേൾക്കുമ്പോ പറഞ്ഞാ മതി. പറയാം, കാതുകൊണ്ട് കേൾക്കുമ്പോ പറയാം. നീ നോക്കിക്കോ, തോണ്ടി സകലം ഞാൻ പിടിച്ചോ? ആ പിടിക്കും. അല്ല കറിയേച്ചേട്ടാ, രാവിലെ എന്താ ഒരു പ്രശ്നം? അതെ, ഞങ്ങളെ ചാരപ്രശ്നം ഒന്ന് ചർച്ച ചെയ്യുകയായിരുന്നു. ഓ അത് ശരി. എന്താ കറിയാച്ച? കറി ആയിട്ടില്ല, ആകുമ്പം വിളിക്കാം. പോരെ? ഷാപ്പിലെ തവള കറി ആയിരിക്കും അല്ലേ? ചിന്നമ്മോ, ഏതോ ഒരു പുതിയ നോവൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ. സ്വീറ്റ് ഡ്രീംസ്. എങ്ങനെയുണ്ട്, കൊള്ളാമോ? കൊള്ളാമോന്നോ? പുരുഷന്മാരെ അത്യാവശ്യമായിട്ട് വായിച്ചിരിക്കേണ്ടതാ. ആ റാക്കിലുണ്ട്, എടുത്തു തരാം.
വായിച്ചിട്ട് കൊള്ളില്ലെങ്കിൽ നഷ്ടപരിഹാരം തരേണ്ടി വരും. എന്ത് വേണോ തരാം. മദ്യപാനിയായ ഭർത്താവ്, ആഹാ, അയാൾ ഒരു പകൽമാന്യനാ. കിട്ടുന്ന കാശ് മുഴുവൻ പട്ടഷാപ്പിൽ കൊടുക്കുന്ന ദുഷ്ടൻ. ഇങ്ങനെയുള്ളവന്റെ കൂടെ ജീവിക്കാതിരിക്കുന്നതാ നല്ലത്. സ്വന്തം കോംപ്ലക്സ് മറിക്കാൻ വേണ്ടി ഇല്ലാത്ത ഓരോ കുറ്റം കണ്ടുപിടിച്ച് ഭാര്യയെ മർദ്ദിക്കുന്ന കസ്മലൻ. തലവിധി അല്ലാതെന്താ. എടീ, ഇവിടെ നിക്കടി അങ്ങോട്ട്. തല്ലിയാ നീ എന്നെ ഈ വിളി. നീ എന്നെ പറഞ്ഞേ സ്വന്തം കാത് കൊണ്ട് കേൾക്കുമ്പോ പറഞ്ഞാ മതിയെന്ന്. അതിനിപ്പോ നിങ്ങൾ എന്നാ കേട്ടെന്നാ? കേട്ടോ? ഞാൻ മദ്യപാനിയാണെന്ന് നീ പറഞ്ഞില്ലേ? എനിക്ക് കോംപ്ലക്സ് ഉണ്ടെന്ന് നീ പറഞ്ഞില്ലേ? ഞാൻ പകൽമാനും കാശ്മീർ നീ പറഞ്ഞില്ലേ? എന്റെ ഈശോയെ, നോവലിലുള്ള കാര്യം പറഞ്ഞതാ. വേണ്ട ഉരുളണ്ട. നീ എന്നാടി നോവൽ എഴുതാൻ തുടങ്ങിയത്? ഞാനല്ല എഴുതിയത്. പാറേ മാതാവാണ് ഞാൻ പറയുന്നത് സത്യ. ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെ സ്വീറ്റ് ഡ്രീംസ് ഒന്ന് വായിച്ചു നോക്ക്. സ്വീറ്റ് ഡ്രീംസോ? നീ എന്താ പറഞ്ഞേ? സ്വീറ്റ് ഡ്രീംസോ? നിന്റെ അമ്മയുടെ ഒരു സ്വീറ്റ് ഡ്രീംസ്. നീ ഒന്നോർത്തു, ഭർത്താവ് എന്ന് പറയുന്ന കൺകണ്ട ദൈവം. കല്ലാനാലും കണവൻ, പുല്ല ൂണാനാലും പുരുഷൻ. പോയി ചോറുകളും പിടി പുല്ല്. നന്ദേട്ടാ, ഇനി മതി, ഓഫ് ചെയ്യ്. ഇത്ര അസല് ബ്രേക്ക് ഡാൻസ് ഇറങ്ങുമ്പോ ഓഫ് ചെയ്യണം. ടൈം എത്രയെന്നറിയോ? ഓ, ടൈം ടൈം ടൈം. നീ ഇങ്ങോട്ട് ഇരുന്നേ. ഇതൊക്കെ ഇപ്പൊ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് കാണണ്ട, ബോറ്. അറിയാത്ത കാര്യങ്ങൾ ബോറാന്ന് പറഞ്ഞ് തള്ളരുത്. ആ, രേഖയായിരിക്കും. ഹലോ, ആ ആരാ? ആ, ഇപ്പൊ വിളിക്കാം. പ്ലീസ് ഹോൾഡ് ഓൺ. ആരാ? ട്രീസയുടെ ഹസ്ബൻഡാ. ഓ, ഒന്ന് ലുങ്കി എടുത്തു കൊടുത്തേ. ഇതിനെന്താ കുഴപ്പം? ട്രീസ ഇപ്പൊ വരും. വന്നോട്ടെ. ശോ, ഒന്ന് പോ. ട്രീസ, ഹലോ, അതെ ഞാനാണ്. ആ, എന്താ തള്ളാതെ, ശരിക്കും കേട്ടില്ല ഞാൻ. എന്താ? അവര് വല്ല റൊമാൻസും പറയുന്നിടത്ത് നമ്മൾ എന്തിനാ കട്ടുറുമ്പുകളായിട്ട്? ഓഹോ, അപ്പൊ തന്റെ റൊമാൻസ് മൂടൊന്നും കളഞ്ഞു പോയിട്ടില്ല അല്ലേ? നമുക്കും കുറച്ചാൾ അകന്നിരുന്നാലോ? എന്താ, മടുത്തോ? ഏയ്, അതല്ല. ഈ അകന്നിരിക്കുമ്പോ കാണാനുള്ള ഒരു വെമ്പലുണ്ടല്ലോ, ഓഹോ. അതിന്റെ ത്രില്ലൊന്ന് ആസ്വദിക്കാനാ. ഉം. ഞാൻ കുറച്ചാൾ അമേരിക്കയിൽ പോയി നിൽക്കാം, അമ്മായിച്ചന്റെ കൂടെ. എന്താ? അങ്ങനെ എന്റെ മോൻ ഇപ്പൊ ത്രില്ലടിക്കണ്ട കേട്ടോ. എന്തായി കാണിക്കണേ? എന്റെ മോനോടൊരു വാക്ക് പറയിപ്പിക്കാതെ നീ ഫോൺ വെച്ച് കളഞ്ഞല്ലോടി. എന്താ, എന്തു പറ്റി? എന്നോട് മിണ്ടാതെ തുള്ളിച്ചാടി ഇവിടെ വന്നൂന്ന്. ഫോൺ വന്നതുകൊണ്ടാ. അത് എന്നോട് പറയണ്ടേ? അമ്മ ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ടി വി കണ്ട് ചത്തിരിക്കുക? അല്ലെങ്കിൽ എനിക്കറിയാടി, ഞാൻ എന്റെ മോനോട് സംസാരിക്കുന്നത് നിനക്ക് തീരെ അവർക്ക് ഇഷ്ടല്ല. ഭാര്യയ്ക്കും ഭർത്താവിന് എന്തെങ്കിലുമൊക്കെ സ്വകാര്യം പറയാൻ കാണില്ലേ? അതിൽ എന്തൊട്ട് കോപ്പിന് സ്വകാര്യം. ഞാനൊരു ആമൃതന്റെ കൂടെ പുറത്തോളാം. ഇമ്മാതെ ഇളക്കങ്ങളൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. എന്റെ മൂന്നാമത്തെ മോനെ പ്രസവിച്ചതിന് ശേഷമാണ് ഞാൻ എന്റെ ആമൃതന്റെ മോൻ ശരിക്കും കണ്ടത് തന്നെ. ആ, അമ്മച്ചി വാ, അവര് കിടന്ന് ഉറങ്ങട്ടെ. അവര് കിടന്നോളും. അതിന് നിന്റെ ശുപാർശ ഒന്നും വേണ്ട. തള്ള ചെല്ല്, അധികം സംസാരിച്ച കാറ്റു. ഏ, ഈ ശ്വാസം പോവേ, ശ്വാസം. സംസാരിച്ച പോക്ക. മനസ്സിലായി. ഒക്കെ ഒരു കയ്യാ. സോറി, ബുദ്ധിമുട്ടായല്ലേ? ഏയ്, ഇറ്റ്സ് ഓൾ റൈറ്റ്. ട്രീസ് ചെയ്ത് എങ്ങനെ സഹിക്കുന്നു? സഹിച്ചല്ലേ പറ്റൂ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഹലോ, ഇനി ലുങ്കി കഴിക്കാലോ? യെസ്, ഐ എം ടെല്ലിംഗ് ദ ഫാക്ട്. ഞാൻ ആരെ കമ്പനി ഇല്ലെന്നറിയാലോ. താല്പര്യമില്ലാത്തവർക്ക് പോവാം. എനിബഡി പ്ലീസ്. മൂവർ സംഘം, വാട്ട് അബൌട്ട് യു? പോകുന്നില്ലേ? നോ സർ, അറ്റൻഡൻസ് തരില്ലെന്നൊന്നും കരുതണ്ട. അക്കാര്യത്തിൽ ഞാൻ വലിയ ഉദാരമതിയാണെന്നറിയാലോ. ബട്ട് വി വാണ്ട് ടു അറ്റൻഡ് യുവർ ക്ലാസ് സർ. ഓക്കെ, ദെൻ വി വിൽ സ്റ്റാർട്ട്. ഗംഗ പ്ലീസ്. താങ്ക് യു. നന്ദു സാർ, ഒരു ഫോൺ കോൾ ഉണ്ട്. സോറി, 1 സെക്കൻഡ്. ഫോൺ. ഓ, ഹലോ. യെസ്. ആ, അങ്കിളാ. ഇന്ദു ക്ലാസ്സിലാ. ഞാനും അതെ. ഓ, ഓർമ്മയുണ്ട്. വരാം. ഓക്കെ, താങ്ക് യു. ആരാ? ഇന്ദുന്റെ അങ്കിളാ. ആര്? ഡോക്ടർ മേനോനോ? Yes. മൈ ജീസസ്, ഇതായിരുന്നെങ്കിൽ ഞാൻ അറ്റൻഡ് ചെയ്തേനെ. എനിക്കൊരു കാര്യം അറിയാനുണ്ടായിരുന്നു. ഈ വയറ് കുറയ്ക്കാനുള്ള വഴിയാണെങ്കിൽ അച്ഛൻ ശാപ്പാടൊന്ന് കുറച്ചാ മതി. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചാലും മതിയല്ലോ. അയ്യേ, അതല്ലടോ. ഏ,
ദാ ഇങ്ങനെ കൈവെക്കുമ്പോ ഇവിടെ ഒരു വേദന. അതിനൊരു പോം വഴി ഞാൻ പറഞ്ഞുതരാം. എന്താ ദാ ഇങ്ങനെ കൈ പൊക്കാണ്ടിരുന്നാ പോരെ അച്ചോ. ഇന്റെ കുറുമ്പ് ഞാൻ. ഓരോരുത്തരുടെ തമാശകള്. ഗുഡ് മോർണിംഗ് അങ്കിൾ. കാത്ത് കാത്ത് കണ്ണ് കഴിച്ചല്ലോ. എന്താ അത്ര വൈകിയേ? ദാ ഇങ്ങോട്ട് ചോദിക്കേ. കാലത്ത് മുതലേ കുത്തിപ്പൊക്കിയിട്ടാ ഇപ്പോഴെങ്കിലും എത്തിയത്. അമ്മായി എന്തേ? അമ്മായി അടുക്കളയിൽ എന്തോ വറക്ക് പൊരിക്ക് ആകെ ബിസിയാ. ബോൺവിറ്റ പാർട്ടി തുടങ്ങിയില്ലേ? സ്റ്റോക്ക് തീർന്നു. തീർന്നോ? അല്ല പേടിക്കണ്ട, ന്യൂ സ്റ്റോക്കിന് ആളെ വിട്ടുണ്ട്. ഇപ്പത്തും. ഞാൻ വെറുതെ വേണ്ട, ഡ്രസ്സൊക്കെ ചീത്തയാവും. ഇത് ടേബിളിലേക്ക് വെക്ക്. അല്ല ഇതെന്താ ഓണസദ്യയോ? നിങ്ങൾ വരുമ്പോഴുള്ളൂ ഇതൊക്കെ, അല്ലെങ്കിൽ മെനു വളരെ മോശാ. വെരി ബാഡ്. അല്ലെങ്കിൽ ഇപ്പൊ വെച്ച് വിളമ്പേ തിന്നാൻ ഇവിടെ ആരാ ഉള്ളത്? ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ ആയിട്ട് ഒരു 100 കൂട്ടം രോഗങ്ങളുണ്ട്. പിന്നെ കുട്ടികൾക്ക് വിളമ്പാന്ന് വെച്ചാ അതിനുള്ള ഭാഗ്യം ഈശ്വരൻ തന്നൂല്ല. നിങ്ങൾ നോക്കണ്ട, ഇതാ ഞാൻ പറഞ്ഞത്. പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് നീട്ടിയുള്ള ഭാഗ്യം കളഞ്ഞു കുളിക്കണ്ടെന്ന്. അമേരിക്കയിൽ നിന്ന് അളിയൻ വിളിച്ചിരുന്നു. നിങ്ങൾ രണ്ടുപേരെയും ഹണിമൂണിന് വേണ്ടി അങ്ങോട്ട് കൊണ്ടുപോയാലും ചോദിച്ചു. ഹണിമൂണോ? ആ, അത് തേക്കടിയിലും ഊട്ടിയിലും സിംലയിലൊക്കെ ആയിട്ട് കഴിഞ്ഞല്ലേ? എത്ര വേണമെങ്കിലും ആയിക്കോട്ടെ. കിട്ടി സാർ. എന്താ അത്? അത് ആ മെറ്റിൽഡ കമ്പനിക്കാർ കൊടുത്തയച്ച കുറച്ച് സാമ്പിൾ മെഡിസിൻ അല്ലേ? കൺസൾട്ട് റൂമിൽ കൊണ്ടുവെക്കടാ. പിന്നെ ഇത് നമ്മുടെ രഹസ്യ സംഘത്തിൽ വെച്ചാ മതിയോ അതോ? എവിടെങ്കിലും കൊണ്ട് വെക്കടാ. ഇവന്റെ പറച്ചിൽ കേട്ട ഏതാണ്ട് മദ്യം കൊണ്ടുവന്ന പോലെയാണല്ലോ. അല്ല പിന്നെ അത്യാവശ്യത്തിന് വെപ്രാളപ്പെട്ടും തപ്പുമ്പോ കണ്ടില്ല എന്നും പറഞ്ഞ് എന്നെ ചീത്ത വിളിക്കാതിരുന്നാ മതി. സാമ്പിൾ. മോളി എന്ന് ഡ്രസ്സ് മാറ്. നന്നായിട്ട് ഡ്രസ് മാറണ്ടേ? ഞാൻ മാറിക്കോളാം. അത് മാറിക്കോളും. അത് വലിയ പ്രശ്നമൊന്നുമില്ല. ആ സിസ്റ്ററെ, ഞങ്ങള് കൺസൾട്ടന്റ് റൂമിൽ ഉണ്ടാവും. അവിടെ ഗൗരവതരമായ ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാണ്ട്. കഴിക്കാറുമ്പോൾ വിളിച്ചാൽ മതി. ആ പിന്നെ ഡിസ്കഷൻ ഇടയ്ക്ക് തൊട്ട് നക്കാൻ അച്ചാറ് ഉപ്പേരി വല്ലതും വേണ്ടി വരുമോ? ചെല്ലി എന്തുപോലെ അറിയണ്ട. സോറി സാറന്മാരെ, ഭാര്യമാരെ ഇങ്ങനെ പേടിക്കുന്നത് ഭീരുത്വമാണ്. സ്വാതന്ത്ര്യമായിട്ട് അല്പം മദ്യപാനം കുടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ആണുങ്ങളാന്ന് പറഞ്ഞ് നടക്കണം. എന്തിന്? ഇവൻ ചളാക്കുവോ? വേഷം കെട്ടെടുത്താണല്ലോ അടിച്ചതിന്റെ. അടിക്കണം സാർ, അടിക്കണം സാർ. സാറിന്റെ ഉപ്പ് തിന്ന് വളർന്നാണ് ഈ തടി. അടിക്കണം സാർ. ഉപ്പ് മാത്രം തിന്നാ പോരാ, ഇടയ്ക്ക് ഇത്തിരി ചോറും കൂടി തിന്നണം. എന്നാലേ അടി കൊള്ളാനുള്ള ആരോഗ്യം ഉണ്ടാവും. എടുത്തു വെക്കടാ. എന്താ മോളെ? ഊണ് വിളമ്പട്ടെ? വിളമ്പിക്കോ. നന്ദു ഇപ്പൊ വരും. ഞാൻ അവന് 2 ഔൺസ് മരുന്ന് കൊടുത്തിരിക്കുക. എന്ത് പറ്റി? ഒരു ചെറിയ തലവേദന. ഈശ്വര, പേടിക്കാനൊന്നുമില്ല, ഇപ്പൊ മാറും. മോള് എന്നെല്ലാം എടുത്തു വെക്ക്. ചെല്. ഇന്ദുവിന് സംശയമൊന്നുമില്ല? ഒരു സംശയമില്ല. നീ വെറുതെ കോൺഷ്യസ് ആയി സംശയം ഉണ്ടാക്കാതിരുന്നാ മതി. നന്ദേട്ടന് തലവേദന അത്രേ. കഴിഞ്ഞ തവണ ഇവിടെ വന്നപ്പോഴും ഉണ്ടായി. എന്താ അമ്മായി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ? ഓ അതൊന്നും സാരമില്ല. മോളാ കാച്ചി വെച്ച് പപ്പടം ഇങ്ങെടുത്തേ. ഡോക്ടർ, ഞാൻ 35 വയസ്സുള്ള ഒരു വിവാഹിതനാണ്. ഇപ്പോ ഒരു കുഞ്ഞിന്റെ അച്ഛന്. 1.5 വർഷം മുമ്പ് ഒരു ആക്സിഡന്റ് ഉണ്ടായി ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു. കുറെ ബ്ലഡ് വേണ്ടി വന്നു. എന്റെ ഒരു സുഹൃത്താണ് എനിക്ക് ആവശ്യമായ ബ്ലഡ് തന്നത്. ഇപ്പോൾ എന്റെ ഭാര്യ പ്രസവിച്ചു. കുഞ്ഞിന് 4 മാസം പ്രായമായി. അതും ഇതും തമ്മിലുള്ള ബന്ധമുണ്ട് സാർ. കുഞ്ഞിന് എന്റെ സുഹൃത്തിന്റെ മോച്ചായാണ്. അവന്റെ നെറ്റിയിലെ മറുകുപോലും കൃത്യമായിട്ടുണ്ട്. എന്റെ ശരീരത്തിൽ സുഹൃത്തിന്റെ ബ്ലഡ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നാണ് എന്റെ ഭാര്യ പറയുന്നത്. ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടോ ഡോക്ടർ? കൃത്യമായ ഒരു മറുപടി തരണം. ഡോക്ടറുടെ മറുപടിയിലാണ് എന്റെ കുടുംബ ബന്ധം തൂങ്ങിക്കിടക്കുന്നത്. അതുകൂട്ടി ആ കുടുംബ ബന്ധം തകർക്കണ്ട. അങ്ങനെ സംഭവിക്കും എന്ന് താൻ മറുപടി എഴുതിക്കോ. വേണമെങ്കിൽ ഓ ഗ്രൂപ്പും എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും ഒക്കെ മറിച്ചും തിരിച്ചു എഴുതിക്കോ. ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിക്കോ. ഓക്കെ, ഇനി ഞാൻ സാധാരണ മനഃശാസ്ത്ര പ്രശ്നങ്ങളാണെങ്കിൽ ഞാൻ കൈകാര്യം ചെയ്തേനെ.
ഇതിൽ ബ്ലഡിന്റെ കാര്യം വന്നുകൊണ്ടാണ് അഡ്വൈസിന് വേണ്ടി ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. മിസ്റ്റർ മനസുഖം പത്രാധിപർ മതംകുട്ടി, സർ, ഗോൺസാൽവസ് ആയി കള്ളപ്പേരിൽ മനഃശാസ്ത്ര പങ്ക്തി എഴുതുന്ന സൂക്ഷിച്ചു വേണം, തടി കേടാവും. മേനോൻ സാർ എന്റെ ഉപദേശകനായിരിക്കുന്നിടത്തോളം കാലം എന്റെ തടി കേടാവൂല. വിഷ് യു ആൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. ഈ ലക്കം മനസ്സുഖം വേണ്ടെങ്കിൽ വേണ്ട. ഇതേപോലെ തന്നെയായിരുന്നു കാലടി ശങ്കര കോളേജ് പഠിക്കുമ്പോഴേ ആർട്സ് ക്ലബിന്റെ ഫെസ്റ്റിവലിന് കലാഭവന്റെ പരിപാടി വെച്ചു. നമ്മൾ അതിന് മുകളിൽ വേറെ പരിപാടി നന്ദു സാറിനെ തിരക്കി നടക്കായിരുന്നു. ഓർക്കസ്ട്രാക്കാരൊക്കെ റെഡി അല്ലേ? ഒക്കെ റെഡിയാണ് സാർ. എന്നാ പിന്നെ ഗാനമേള നമുക്ക് അടിപൊളിയാക്കാം. പിന്നെ ആർട്സ് ക്ലബ് ഇനാഗുറേഷനുള്ള ആളെ കിട്ടിയോ? ഒരാളെ ഞങ്ങൾ ചാക്കിട്ട് വെച്ചിട്ടുണ്ട്. ആരാ? ഡോക്ടർ ജോർജ് ചെറിയാൻ. ആ സൈക്കാട്രിസ്റ്റ്. എടോ, ആർട്സ് ക്ലബ് മനഃശാസ്ത്രം തമ്മിൽ എന്താ ബന്ധം? അതുമായിട്ട് ബന്ധമുള്ള വല്ല സിനിമാക്കാരെ മറ്റേ വിളിച്ചൂടെ? വിളിക്കാഞ്ഞിട്ടാണോ? വരാൻ ആരെങ്കിലും സമ്മതിക്കണ്ടേ? കോളേജ് എന്ന് പറയുമ്പോ ഏതാണ്ട് പ്ലേഗ് എന്ന് കേൾക്കും പോലെയാ. പോരാത്തന്നെ ആ ഫ്രെഡിയും കൂട്ടറും ചില പാറകളും വെക്കുന്നുണ്ട്. മൊത്തത്തിൽ ഫംഗ്ഷൻ കൊളാവോടൂ. അതൊന്നുമില്ല, അതിനുള്ള പരിപാടി ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഹായ് everybody. Hey, sit. Hey. Good. അല്ല ഗംഗ എവിടെ? ക്ലാസ്സിലാ. അത് കൊള്ളാം. സോങ് പ്രാക്ടീസ് ഇവിടെ എത്ര ഞാൻ പറഞ്ഞിരുന്നാണല്ലോ. ആരെങ്കിലും ചെന്നേ? ഞങ്ങൾ ഇന്ന് പോണോ? ഇന്ന ടീച്ചറുടെ ക്ലാസ്സാ. എന്താ പേടിയാ? പേടിയായിട്ടില്ല, എന്തെങ്കിലും ചളവിളാന്ന്. സാർ ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. ആ ചെല്. The middle ear is an air-filled chamber laying in the temporal bone on the inner wall. എക്സ്ക്യൂസ് മീ, Yes. സോങ് പ്രാക്ടീസ് ചെയ്യാൻ ഗംഗയെ വിളിക്കുന്നുണ്ട്. ക്ലാസ് നടന്നുകൊണ്ടിരിക്കല്ലേ? ഓർക്കസ്ട്രക്കാരൊക്കെ വന്നിട്ടുണ്ട്. നന്ദു സാർ പറഞ്ഞിട്ടാ. ഗംഗ പോന്നോ? എന്നാ ചെല്ല്. ഞങ്ങൾക്കും ബ്രേക്ക് ഡാൻസിന്റെ റിഹേഴ്സൽ ഉണ്ടായിരുന്നു. എന്നാ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് വന്നാ പോരായിരുന്നോ? ബാക്കിയുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യുന്നതിനാ? സോറി, ഇപ്പോഴാ ഓർത്തത്. നോ, ഇനി ഇപ്പൊ പോവാൻ പറ്റില്ല. ഓ, നന്ദു സാർ വിളിക്കുന്നവരെ മാത്രമേ വിടുള്ളൂ അല്ലേ? എന്തിനങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കുന്നേ? ഇത്ര സില്ലി ആയിട്ടുള്ള കാര്യത്തിനൊക്കെ. നന്ദേട്ടന് സില്ലി ആയിരിക്കും, പക്ഷെ ഞാൻ എത്ര ഇൻസൾട്ടഡ് ആയെന്നറിയോ? നീ ഇങ്ങനെ ശ്വാസം പിടിച്ച് ലെക്ചർ ഞമഞ്ഞ് നടന്നിട്ട് എങ്ങനെയൊക്കെ തോന്നുന്നത്? എന്നാ പിന്നെ ഞാനും കൂടെ അവരോടൊപ്പം ഡാൻസ് ആടാണ്ടാ? ബെസ്റ്റ് ഐഡിയ. നന്ദേട്ട അതെ. ഓ, നീ ഇങ്ങനെ കുത്തി പിടിച്ച് പഠിപ്പിച്ചാൽ തന്നെ പിള്ളേര് ചൊവ്വാവില്ല. ഇടയ്ക്ക് റിലാക്സ് ഒക്കെ വേണ്ടേ? എന്തു? എനിക്കറിയാം, ഞാൻ ആകാശത്ത് ടീച്ചറായിട്ട് പൊട്ടി വീണൊന്നുമല്ല, സ്റ്റുഡന്റ് ആയിട്ട് തന്നെ വന്നേ. നീ പുസ്തകപ്പുഴുവായിട്ട് വളർന്നു എന്ന് കരുതി? പുസ്തകപ്പുഴായിട്ടൊന്നുമല്ല, ഞാനും ഡാൻസും പാട്ടും ഒക്കെ ചെയ്തിട്ടുണ്ട്, അറിയാലോ. ഓക്കെ, റിലാക്സ്. എന്താ ഇനി മൂടോട്ട് മാറിക്കേ? വെറുതെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് നമ്മുടെ സുന്ദരമായ ഒരു രാത്രി കളയണോ? തനിക്ക് ഞാൻ ട്യൂൺ ചെയ്ത പാട്ട് കേൾക്കണ്ടേ? വേണ്ട. ഓ, അങ്ങനെ പറയില്ല എന്തുട്ടി. തന്നെ കേൾപ്പിക്കാൻ വേണ്ടി മാത്രമാണ് കോളേജിലെ ഗാനമേളയുടെ ഫുൾ ഇൻചാർജ് ഏറ്റെടുത്തത്. സുഖിപ്പിക്കല്ലേ? ഓ, സത്യമായിട്ടും അതെ. ട്യൂൺ ചെയ്യുമ്പോ മനസ്സ് മുഴുവൻ നീയായിരുന്നു. ആദ്യമായിട്ട് നിന്നെ കണ്ടപ്പോഴുള്ള നിന്റെ നോട്ടം, ചിരി, വെപ്രാളം. മതി മതി. ആ പിന്നെ പാട്ട് കേൾക്കാൻ ഫ്രണ്ട് റോയിൽ തന്നെ എന്തുട്ടി വേണം. ഉണ്ടാവില്ലേ മോളെ? കൊഞ്ചല്ലേ? ആദ്യം ഈ സാധനങ്ങളൊക്കെ ഇവിടുന്ന് മാറ്റിയിട്ട് ഈ ടേബിൾ പിടിച്ച് സംഗതി ആകോളമായി. എന്താ? ആർട്സ് ക്ലബ് ഉദ്ഘാടകൻ ഡോക്ടർ ജോർജ് ചെറിയാനില്ലേ, അദ്ദേഹത്തിന് വരാൻ പറ്റില്ലെന്ന്. വേറെ എന്തോ കോൺഫറൻസ് ഉണ്ടെന്ന്. ഓ, ഇനിയിപ്പോ എന്ത് ചെയ്യും? സാർ വിചാരിച്ചാൽ നടക്കും. വേറെ ഏതെങ്കിലും ഡോക്ടർ പകരത്തിന്. സോറി, ഇക്കാര്യം മാത്രം എന്നോട് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലല്ലേ. ഈ ഒരു അവസരത്തില് സാറ് കൂടി ഒഴിയരുത്, പ്രസ്റ്റീജ് പ്രശ്നം. ഏയ് നന്ദു എന്തായി പറയണേ? കോളേജ് ഇനോഗ്രേഷൻ ഞാൻ വരാനോ? എന്റെ മുഖത്തിലെ ഷേപ്പ് മാറ്റുന്ന നിനക്ക് എന്താ അത്ര നിർബന്ധം? അയ്യോ, അങ്കിളിനെ ബുദ്ധിമുട്ടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടല്ല. ആ സൈക്കാട്രിസ്റ്റ് സമയത്ത് കാല് മാറിയതുകൊണ്ടല്ലേ. അത് അയാളുടെ ആയുസിന്റെ ബലം കൊണ്ടാ. ഛേ, തമാശ പറയാനുള്ള സമയം അല്ല അങ്കിളേത്. യൂണിയൻ ഭാരവാഹികളൊക്കെ എന്റെ അടുത്ത് തന്നെയുണ്ട്. അവർക്ക് ആകെ ടെൻഷനില്ല. അങ്കിൾ കൂടി കൈ ഒഴിഞ്ഞ അവരുടെയൊക്കെ മുഖത്തിന്റെ ഷേപ്പ് മാറും. എനിക്ക് എന്തായാലും വരാൻ പറ്റില്ല. പിന്നെ അത്ര നിർബന്ധമാണെങ്കിൽ ഞാൻ വേറൊരാളെ അയക്കാം.
വെറുതെ കിടന്ന് കൂവാ? ഇതാ സൈക്കാട്രിസ്റ്റ്. ഡോക്ടർ ഗോൺസാൽവോസ് ആണോ? ഞാൻ ആരോഗ്യസ്വാമി ഗോൺസാൽവോ സാറിന്റെ ബോഡി കണ്ടിട്ട് മേനോൻ സാർ അയച്ചതാണ്. ഗോൺസാൽവോസ് ഉണ്ടല്ലോ. മാറി നിൽക്കൂ. പെൺകുട്ടികളൊക്കെ ആൺകുട്ടികളോട് ചേർന്ന് നിൽക്കൂ. സർവമംഗളാനുഭവന്തു. എവിടെയാണ് സ്റ്റേജ്? ഫംഗ്ഷൻ തുടങ്ങാൻ അല്പം താമസം. തൽക്കാലം സ്റ്റാഫ് റൂമിലിരിക്കാം. താനാണോ രാജീവ്? അതെ. പ്രശ്നമുണ്ടല്ലോ. അല്ല, എന്ത് പ്രശ്നമാണ് സാർ? പറയാം. ആരോഗ്യം. ഇവരോട് പെട്രോൾ അടിക്കാനുള്ള കാശ് നേരത്തെ പഠിച്ചു വെച്ചോ. എവിടെയാണ് സ്റ്റാഫ് റൂം? ഇതാ അവിടെയാണ് സ്റ്റാഫ് റൂം. ആപത്തിക്കും കരണി. സോറി. സാറിന് അകത്തേക്ക് ഇരിക്കാം. ഞങ്ങൾക്ക് സ്റ്റേജിൽ ഇത്തിരി പണിയുണ്ട്. ഓക്കെ, താങ്ക് യു. കറിയാച്ചെത്തുന്നില്ലേ? അപ്പൊ നിനക്ക് എന്നെ ഓർമ്മയുണ്ട്. അത് പിന്നെ റൂം മേറ്റിന് പറഞ്ഞാലും ബാർ മേറ്റിന് മറക്കാൻ പറ്റുമോ? അപ്പൊ ബാർമറ്റേ ഇയാൾ ഇവിടുത്തെ സ്വാമി? സ്വാമിയില്ല, ഡോക്ടറാ. മനസ്സുഖം വാരികയിലൂടെ ആയിരക്കണക്കിന് മനോരോഗികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിച്ചിട്ടുള്ള മഹാമനഃശാസ്ത്രജ്ഞനാ. എന്നിട്ട് എന്താ ഈ വേഷം? പുള്ളിക്കാരന്റെ വേഷം ചിലപ്പോ ഇങ്ങനെ. ചേട്ടൻ മണിച്ചിത്രത്താഴ് സിനിമ കണ്ടിട്ടുണ്ടോ? മണിച്ചിത്രത്താഴോ? ഇല്ല. എന്നാ കാണണം. അതിലെ സൈക്യാട്രിസ്റ്റിന്റെ കഥാപാത്രത്തെ ഡയറക്ടർ ഫാസിൽ ഉണ്ടാക്കിയത് തന്നെ ഇദ്ദേഹത്തെ കണ്ടിട്ടാ. പിന്നല്ലാതെ നിന്നെ കണ്ടിട്ട് ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ? ചിലരൊക്കെ നോട്ടം വിട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ ആർക്കും പിടികൊടുത്തിട്ടില്ല. പിടികൊടുക്കാതെ സൂക്ഷിച്ചു. വല്ല വൈദ്യന്മാരെ കണ്ടാൽ ചിലപ്പം വലയിട്ട് പിടിച്ചു കളി. കരകുരുക്കുന്ന സാധനം ഉണ്ടാക്കാൻ. അടുത്തതായി നമ്മുടെ ആർട്സ് ക്ലബിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാൻ സുപ്രസിദ്ധ മനഃശാസ്ത്രജ്ഞൻ ഡോക്ടർ ഗോൺസാൽവാസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. കൂവലിന് ശക്തി പോരാ. ഇതാണ് കൂവൽ. ഇങ്ങനെ കൂവാവൂ. കാരണം ഇപ്പോഴേ കൂവാൻ പറ്റൂ, അല്ലേ? പുസ്തകപ്പുഴുക്കളെ പോലെ പഠിച്ച് ഡിഗ്രിയും താങ്ങി റോഡിലോട്ട് ഇറങ്ങിയാൽ ആനയാവാം കുതിരയാവാം എന്നൊന്നും വിചാരിക്കണ്ട. നിങ്ങളൊന്നും ഒരു കുണ്ടുവാൻ പോണില്ല. നിങ്ങൾ ഇങ്ങനെ കൂവിയാ മാത്രം പോരാ. ക്ലാസുകൾ കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോകണം. എന്നും കള്ളു കുടിക്കണം. ഈ കോളേജ് കോമ്പൗണ്ടിലെ മരത്തണലുകളിലൂടെ നടന്നൽപ്പം പ്രേമിക്കണം. ജീവിതത്തിലാകെ മിച്ചമുണ്ടാകുന്നത് ഈ ഓർമ്മകൾ മാത്രമാണ് വിദ്യാർത്ഥി സുഹൃത്തുക്കളെ. ഓർമ്മകളെ കൈവെള്ളച്ചാർത്തി. നിങ്ങളുടെ പ്രിൻസിപ്പൽ അച്ഛനെ പോലെ ക്ലോക്കിലെ സമയം നോക്കി ജീവിക്കാനുള്ളതല്ല ജീവിതം. പഠിപ്പും ഉഴപ്പും കൂടി ചേരുമ്പോഴേ മനസ്സിനൊരു സന്തോഷം ഉണ്ടാകും. എങ്കിലേ ജീവിക്കാൻ ഒരു രസമുണ്ടാകും. ദ ഡിസ്ട്രിബ്യൂട്ടഡ് അട്രിബ്യൂട്ടഡ് കോൺട്രിബ്യൂഷൻ ഓഫ് അറ്റോർണി ആൻഡ് വിസ എബ്രോഡ് ഈസ് യൂസ്ലെസ് എന്നാണ് വ്ളാഡിമിർ പറഞ്ഞിരിക്കുന്നത്. മനസ്സാണ് പ്രധാനം. യാ മനശ്ചര്യ യാമന. മനസ്സുണ്ടെങ്കിൽ മാർഗവുമുണ്ട്. അധികം പ്രസംഗിച്ച് ഞാനൊരു അധിക പ്രസംഗിയാകാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളുടെ ഈ കോളേജിലെ എന്താ ആർട്സ് ക്ലബിന്റെ ആർട്സ് ക്ലബിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം ചുരുക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സുകൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മനഃശാസ്ത്രജ്ഞൻ നിർത്തുന്നു. നമസ്കാരം. എന്റെ ഭാര്യ സ്റ്റേജ് വെച്ച് ഞാൻ ഫാദറിനെ ഒരു താങ്ങി. സോറി, കൂവലടക്കാൻ ഞാനൊരു സൈക്കോളജിക്കൽ അപ്രോച്ച് നടത്തിയതാ. ഓ, അങ്ങനെയാണോ? ഇറ്റ്സ് ഗുഡ്. പിന്നെ മിസ്റ്റർ ഗോൺസാൽവോസ്, നന്ദഗോപാലൻ സാർ ഒരുക്കിയ ഗാനമേളയുണ്ട്, സ്വല്പം കേട്ടിട്ട് പോകാം. സോറി ഫാദർ, എനിക്ക് സമയമില്ല. അത്യാവശ്യമായിട്ട് ഊളംപാറയിലെത്താം. അവിടെ വലിയ ഉദ്ഘാടനമാണോ? അല്ല, കുറച്ച് റെസ്റ്റ്.
ഒന്നുകളെ ഞാൻ ആ കേട് നിർത്തരൂ. Understand? Be careful. എന്തായി കാണിക്കുന്നേ? മദ്യപിച്ചിട്ടുണ്ടോ? കുടിച്ചിട്ടുണ്ടോന്ന്? പുറത്തിറങ്ങ്. മൈ ഗോഡ്, ഐ സേ ഗെറ്റ് ഔട്ട്. സ്റ്റോപ്പ് ഇറ്റ്. ഇതിന്റെ പേര് തമാശയെന്നല്ല, തല്ലുകൊള്ളി തരാമെന്ന. പൊട്ടി എക്യുപ്മെന്റ്സിന്റെ പണം ഞങ്ങൾ തന്നോളാം. എക്യുപ്മെന്റ്സിന്റെ പ്രശ്നമല്ല, അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ആര് ഉത്തരം പറയും? നിങ്ങളെ കുറിച്ച് ഇതിനു മുമ്പും ഇന്നലെ ടീച്ചറിന്റെ കംപ്ലൈന്റ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടാക്കിയാൽ ഫലം വളരെ മോശമായിരിക്കും. യു മേ ഗോ നൗ. ഇങ്ങോട്ട് കയറിയതേ ഉള്ളൂ, അപ്പോഴേക്കും അവളുടെ ഒരു ജാട. പ്രൊഫസർക്ക് കംപ്ലൈന്റ്സ് കൊടുത്തിട്ടുണ്ടത്രേ. ലെക്ചർ എന്ന് പറഞ്ഞ വലിയ പ്രൈം മിനിസ്റ്റർ ആണ് അവളെ വിചാരം. നമ്മളോടുള്ള കളി അത്ര നല്ലതിനല്ലെന്ന് ഒരു സൂചന കൊടുക്കാതെ പറ്റില്ല. സൂചന എന്ന് പറഞ്ഞാൽ ചങ്കി കയറുന്ന മാതിരി ഒരു കുത്തണം. അങ്ങനെ കുത്തണമെങ്കിൽ അവരുടെ പേഴ്സണൽ വീക്ക്നെസ് കുത്തണം. ഐ മീൻ കുടുംബ സ്വകാര്യം. അവരുടെ വീട്ടിൽ സെർവൻ കല്യാണി എന്റെ വീട്ടിനടുത്തുള്ള അവരാളെങ്ങനെ? പൈസ കണ്ട കമ്മിൽ നടിച്ചു വീഴുന്ന ടൈപ്പാ. അപ്പൊ നമ്മുടെ റൂട്ട് ക്ലിയർ. പക്ഷെ ചെലവ് ചെയ്യണം. എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇന്ദിരാ നന്ദഗോപാൽ എന്ന പൊതുശത്രുവിനെതിരെ നമ്മുടെ 6 അംഗ പട്ടാളം അംഗം കുറിക്കുന്നു. ഓക്കേ? ഓക്കേ. ഇടിക്കണവനെ. ആ
അപ്പോഴേ അന്തസ്സുള്ള തറവാട്ടി പറഞ്ഞവർക്ക് പറ്റണ പണിയാണോ ഇത്? എന്താ ചേട്ടത്തി? പറയാം. ആ മാഷ എവിടെ? അല്ല, ഇതാരും ഉണ്ണിയാർച്ചയോ? എന്താണിത്? കാസറ്റ്. അതെനിക്കറിയാം. ഇതിനകത്തുള്ള സിനിമാ പടം എന്താണെന്നാ ചോദിച്ചത്? തച്ചോളി മരുമകൻ ചന്തു. അത് പുറത്തൊട്ടിച്ച പേര്. ഇതിനകത്ത് എന്താണെന്നാ ചോദിച്ചത്? അതിപ്പോ ഞാൻ എങ്ങനെ അറിയാനാ? വേണ്ട വേണ്ട, അറിയാഭാവം നടിക്കണ്ട. കെട്ടിയോനെ പിരിഞ്ഞിരിക്കുന്ന പെണ്ണിന്റെ മനസ്സിലാക്കാൻ വേണ്ടി വേണ്ടാതീനങ്ങളുള്ള സിനിമ കൊണ്ടുകൊടുത്ത ആർക്കും മനസ്സിലാവില്ലെന്ന വിചാരം. വേണ്ടാതീനങ്ങൾ നല്ല ഫൈറ്റുള്ള പടാണെന്ന് വിചാരിച്ച് കണ്ടപ്പോഴല്ലേ സായിപ്പ് മദാമി കൂടി അയ്യോ എനിക്ക് പറയാനേ നാണക്കട. അമ്മച്ചി നല്ലോണം ഇരിക്കുന്ന അയൽക്കാരുമായിട്ട് വെറുതെ. അപ്പൊ നീയും കൂടി അത്തോണ്ടുള്ള പണിയാണല്ലേ? അങ്ങനെ വരട്ടെ. വായും മനസ്സറിയാത്ത കാര്യത്തിന് ചേട്ടത്തി വേണ്ടാത്ത അർത്ഥം കൊടുക്കരുത്. ഇതെന്തോ അബദ്ധം പറ്റിയതാ. അബദ്ധം? ഞാൻ ഉള്ളിടത്തോളം കാലം എന്റെ വീട്ടിൽ ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ നല്ല നേരത്തിന് ആ മലയാളം കാസ്കറ്റ് കാണാൻ തോന്നിയത്. ഇല്ലെങ്കിൽ ഗൾഫിൽ കിടന്ന് പൊരിയുന്ന എന്റെ മോന്റെ മാനം പോയേനല്ലോ കർത്താവേ. ഓടി അറവാണിച്ചി, ഇങ്ങനെ നിന്റെ കോപ്പ്. ഒന്നും തോന്നരുത്, അമ്മച്ചിയുടെ സ്വഭാവം അറിയാലോ. കാസറ്റ് കടക്കാർക്ക് തെറ്റിയതായിരിക്കും. എന്തായാലും ഇനി കാസറ്റ് മാറുന്ന പരിപാടി വേണ്ട. മാത്രമല്ല ട്രീസ ഇനി ഇങ്ങോട്ട് വരാതിരിക്കുന്നതാവും നല്ലത്. സോറി. ട്രീസിയോട് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ആ തള്ള വിവരമില്ലാണ്ട് എന്തോ പറഞ്ഞു വെച്ച്. വേണ്ട, പണ്ടേ ഞാൻ പറയാറുള്ളല്ലേ ആവശ്യത്തിൽ കൂടുതൽ അടുപ്പം ആരോടും വേണ്ടാന്ന്. ഇപ്പൊ മതിയായില്ലേ? അല്ല, ഗുഡ് മോർണിംഗ്. ആരാ ഇത് വരച്ചത്? Tell me, ആരാ ഇത് വരച്ചത്? Stand up. നിങ്ങളോടാ പറഞ്ഞത് stand up. നിങ്ങളാണോ ഇത് വരച്ചത്? ചോദിച്ചത് കേട്ടില്ലേ? ഞങ്ങളാ വരച്ചത്. Get out. Get out from the class. അപ്പൊ കൊത്ത് ചങ്കിലെന്നെ കൊണ്ടു അല്ലേ? ആള് വേർത്ത് കുളിച്ചു പോയി. ഇപ്പൊ മനസ്സിലായോ റെഡ്ഡിയുടെ സൈക്കോളജിക്കൽ കുത്തിന്റെ ഡെപ്ത്? സമ്മതിച്ചിരിക്കുന്നു. പക്ഷെ ഇനി ഇക്കൊല്ലം അവരുടെ ക്ലാസ്സിൽ കയറ്റും തോന്നുന്നില്ല. അത് നമുക്ക് നോക്കാം. ആ ഗംഗ തോമസ് ആണ് സംഗതി ആകെ പൊളിച്ചത്. ഗംഗയോ? അവളെന്ത് ചെയ്തു? ആരാ വരച്ചത് ചോദിച്ചപ്പോ അവള് തിരിഞ്ഞ് ഞങ്ങളൊരു നോട്ടം. അവളെ നമ്മുടെ കയ്യിൽ കിട്ടും. കിട്ടിയ എന്നെ ഏൽപ്പിച്ചേക്കണം കേട്ടോ. എന്തിനാ? ഗംഗയല്ലേ ചെടയിൽ ഒളിപ്പിച്ചു വെക്കാനായിരിക്കും. വെരി ഗുഡ്. തേടിയ വള്ളി കാലിൽ ചുറ്റി. എന്താ? വാ പറയാം. ഹായ് ഗംഗ. ഹായ് ഗംഗ. നന്ദ സാർ ഒരുമിച്ച് നിന്ന് എന്തൊക്കെയോ കാര്യമായിട്ട് നോക്കുന്നത് കണ്ടല്ലോ. ഫംഗ്ഷൻ എടുത്ത് സ്റ്റിൽസ്. അതെയോ? എന്നാ ഞങ്ങളും കൂടെ ഒന്ന് കാണട്ടെ എന്ന്. സോറി, ഇപ്പൊ പുറത്തെടുത്ത് എല്ലാരും കൂടെ കമന്റ്സ് തുടങ്ങും. നമുക്ക് സൗകര്യമായിട്ട് പിന്നെ കാണാം. അതെങ്ങനെയാ?
ക്ലാസ് കഴിഞ്ഞാൽ അപ്പോഴേ താൻ മുങ്ങില്ലേ? ഇല്ല, ഞാൻ കാണിച്ചു തരാം. ഷുവർ. ഓ ഓക്കെ. വാടി. ഗുഡ് മോർണിംഗ് എവരിബഡി. സോറി, ഞാനിപ്പോ ലേറ്റ് ആയി ഇന്ന്. മൂവർ സംഘം അവരെയോ? ഇന്ന് തമാശ പറയാൻ നേരമില്ല. താങ്ക് യു. സ്റ്റുഡൻസ്, today you are going to learn the famous poem The Eve of St. Agnes, written by the famous romantic poet John Keats. The poem deals with the theme of love. കവികളും കലാകാരന്മാരൊക്കെ പാടി പുകഴ്ത്തിയിട്ടുള്ള ആ ദിവ്യാനുഭൂതി, പ്രേമം. That means love. ഒരുപാട് ഇഷ്ടമാണ്. Continue, sir. Yes, I am continuing. It's a love of two young couples. I mean, romantic of passionate love. എന്ത് പറ്റി സർ? ഒന്നുമില്ല. ഹെഡേക്ക്, തലവേദന, വല്ലാത്ത തലവേദന. We'll stop today. ആ കുട്ടി എന്നാലും ഇങ്ങനെ എന്ത് പറ്റി നന്ദു സാറേ? ഏയ് നത്തിങ്. പിന്നെന്താ ഒറ്റയ്ക്കിരുന്ന് പെറുപിറുക്കുന്നത്? പിന്നെ ഞാനൊരു പാട്ടിന്റെ ലൈൻ ആലോചിക്കായിരുന്നു. എന്നിട്ട് ലൈൻ കിട്ടിയോ? കിട്ടി, പക്ഷെ ട്യൂണിന് പൊരുത്തപ്പെടാത്ത ലൈനാ. ഓഹോ. എന്താ മുഖം വല്ലാതിരിക്കുന്നത്? ഏയ് ഒന്നുമില്ല, ചെറിയൊരു തലവേദന. തലവേദനയോ? ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരാറുണ്ടല്ലോ, എന്താ? ഏയ് ഒന്നുമില്ല, ഈ ക്ലാസ് എടുത്ത് കഴിയുമ്പോ ഒരു അതെങ്ങനെയാ? ആവശ്യത്തിനുള്ള വാചകടി അല്ലല്ലോ. എന്നിട്ടിപ്പോ എങ്ങോട്ടാ സർക്കിട്ട്? ലൈബ്രറി വരെ. ഉള്ള തലവേദന പോരാഞ്ഞിട്ടായിരിക്കും ഇനിയിപ്പൊ ലൈബ്രറിയിലേക്കൊന്നും പോകണ്ട. ഏയ് അതൊന്നും സാരമില്ല. അല്ല, ലൈബ്രറിയിലേക്ക് ഇതിലേ. ഓ സോറി, തലവേദനയിലെല്ലാം മറന്നു. റെക്കോർഡ്സിൽ എത്ര വരയ്ക്കാനല്ലേ? ഞാനൊന്നും ചെയ്തില്ല. അയ്യോ. അയ്യോ. ഒരുപാട് ഇഷ്ടമാണ്. കറക്കുന്ന പശുവിനെ കൊടുത്തിട്ട് വിത്തുകാളെ മേടിച്ചതുപോലെ ആയല്ലോ എന്റെ അവസ്ഥ. കർത്താവേ. ഗംഗ, പിന്നെ ഞാൻ കുട്ടിയുടെ ലെക്ചറർ അല്ലേ? അതെ. കുട്ടി എന്റെ സ്റ്റുഡന്റും. അപ്പൊ നമ്മൾ തമ്മിലുള്ളൊരു ഹലോ. ഹായ് ഗംഗ. ഹലോ. ബൈ. ബൈ.
ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ്. നിനക്കവനെ ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് അല്ലയോടി? അവിടെ ഒരു പ്രേമക്കൂത്ത്. എനിക്ക് വട്ട് പിടിച്ചിട്ട് വേണം നിനക്ക് ആ കോന്തൻ നന്ദഗോപാലിന്റെ കൂടെ പോയി പൊറുക്കാൻ. ദൈവം സത്യമുള്ളവനാണ്. അതുകൊണ്ടാണ് നിന്റെ പ്രേമലേഖന കൊടുപ്പ് എന്റെ തിരുതുപ്പിൽ തന്നെ നടത്തിച്ചത്. എന്റെ ഈശോയെ, നന്ദസാറിന്റെ കയ്യിൽ നിന്ന് താഴെ വീണൊരു കടലാസ് ഞാൻ എടുത്തു കൊടുത്തേ ഉള്ളൂ. അതിനകത്ത് എന്താണെന്ന് ദൈവത്തിനാണ് എനിക്ക് അറിയത്തില്ല. എന്റെ പൊന്നുമോളാണ് ഞാൻ പറയുന്നത് സത്യ. നിന്റെ പൊന്നുമോളോ? ആ കാര്യത്തിൽ എനിക്ക് ചില സംശയമൊക്കെ ഉണ്ടടി. ഇതെന്താ പതിവില്ലാതെ? നീ പറഞ്ഞത് ശരിയാ. ഇനി മുതൽ പഠിപ്പിക്കാനുള്ള ബുക്ക് ഞാൻ തന്നെ കൊണ്ടുപോവാ. വെറുതെ വല്ലവന്റെ ഒക്കെ ബുക്ക് എടുത്ത് ഇതിപ്പോ ആരുടെയും കൺസിഡറേഷൻ വേണ്ടല്ലോ. എന്ത് പറ്റി? ഒന്നുമില്ല, അങ്ങനെ തോന്നി. ഓ, ഇപ്പോഴെങ്കിലും നല്ല ബുദ്ധി തോന്നിയല്ലോ. ആ പിന്നെ കാസറ്റിന്റെ പ്രശ്നം ചോർന്നതിനെ കുറിച്ച് എനിക്കൊരാളെ സംശയമുണ്ട്. ഓ, നീ ഇത് ഇനിയും മറന്നില്ലേ? മറക്കാനോ? ചങ്കിലൊന്ന് കൊണ്ടാ ഇന്ദിരാതങ്ങനെ എളുപ്പം മറക്കുന്ന കൂട്ടത്തിലല്ലാന്ന് അറിയാലോ. കല്യാണി ആയിരിക്കും സംശയം. അതൊക്കെ പറയാം, തെളിവ് കിട്ടട്ടെ. അതൊക്കെ വിട്ട് കള എന്റെ എന്തൂട്ടി. അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ. വേറെന്തും ഞാൻ സഹിക്കും. എന്നെ മണ്ടിയാക്കാൻ നോക്കിയാലേ അത് പൊറുക്കുന്ന പ്രശ്നമില്ല. അതിന് ഇന്ദിര രണ്ടാമത് ജനിക്കണം. സമയായി പോണ്ടേ? വാ കേറ്. പൊട്ടിക്കരയുന്ന കുട്ടികളുടെ ഞെട്ടിപ്പിക്കുന്ന മനഃശാസ്ത്രയുടെ ടൈറ്റിലിൽ ഡോക്ടർ ശ്രീമതി ചന്ദ്രിക ചന്ദ്രമോഹൻ എഴുതിയ വിജ്ഞാനപ്രദമായ ഒരു സചിത്ര ലേഖനം ഈ ലക്കം മനസുഖം മാസികയിലുണ്ട്. മേനോൻ സാർ മനസ്സിരുത്തി ഒന്ന് വായിക്കണം. ചന്ദ്രിക ചന്ദ്രമോഹനോ? അതാരാ? സോറി സാർ, ബിസിനസ് സീക്രട്ടാണ്. സാറിനോടായതുകൊണ്ട് ഞാനത് തുറന്നു പറയാം. എന്റെ തന്നെ മറ്റൊരു മുഖമാണ് ശ്രീമതി ചന്ദ്രിക ചന്ദ്രമോഹൻ. വണ്ടി പോട്ടെ. മിസ് ചിന്നമ്മയല്ലേ? മിസ് ചിന്നമ്മയല്ല, മിസ്സസ് ചിന്നമ്മ കറിയാച്ചൻ. എന്നെ മനസ്സിലായോ? ആരോഗ്യ എന്ത് പറ്റിയതാ? പാർട്ടിയിലെ ഗ്രൂപ്പ് വഴക്കിനെ തുടർന്ന് ആപ്പിലായൊരു നേതാവാ. മെന്റൽ ടെൻഷൻ കൊണ്ട് ആകെ കൺഫ്യൂഷനിലായി. ഇപ്പൊ ഗ്രൂപ്പിന്റെ കാര്യമേ വായി വരൂ. മാടപ്രാവിന്റെ മനസ്സാണെങ്കിലും കോഴിപ്പൂവന്റെ സ്വഭാവ. അല്ല മിസ്സസ് ചിന്നമ്മ കറിയാച്ചൻ എന്താ ഇവിടെ? ഡോക്ടർ ഗോൺസാൽവോ സാറിനെ ഒന്ന് കാണാൻ വന്നതാ. എന്താ കാര്യം? ഒരു മനോരോഗ പ്രശ്നം പറയാനാ. അദ്ദേഹം ഉണ്ടോ? ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം. മാങ്കുട്ടി സാറിനെ കാണാൻ ഒരു പേഷ്യന്റ് വന്നിരിക്കുന്നു. എന്നെ കാണാനോ? നിനക്ക് ആള് തെറ്റിയാവും. അല്ല, അന്ന് നമ്മൾ കോളേജിൽ എത്തിയേണ്ട ചിന്നമ്മയില്ലേ, അവരാ കൺസൾട്ടിങ്ങിന് വന്നതാ. അവരോട് ഇങ്ങോട്ട് വരാൻ താൻ എന്തിനാ പറഞ്ഞ്? പിന്നെ എങ്ങോട്ട് വരാൻ പറയും? ഡോക്ടർ എന്ന് പറഞ്ഞ് ഇവിടുത്തെ അഡ്രസ്സല്ലേ കൊടുത്തിരിക്കുന്നത്. എന്നെ കൊണ്ടാ വേഷം കെട്ടിച്ചത് സാറ് തന്നല്ലേ. വേലിരുന്ന് പാമ്പിനെ പിടിച്ചോ? കോളേജിൽ പറഞ്ഞയക്കേണ്ട കാര്യമില്ലായിരുന്നു. എന്തായാലും ഈ മുറിയിൽ നിന്ന് തന്റെ കൺസൾട്ട് നടക്കുന്ന പ്രശ്നമില്ല. ഈ മുറി തന്നെ വേണമെന്ന് ആര് പറഞ്ഞു? വേറെ ഏതെങ്കിലും കൊള്ളാവുന്ന ഡോക്ടറുടെ മുറി എന്നാലും മതി. നമ്മുടെ VIP മുറി ഉണ്ടല്ലോ, അങ്ങോട്ട് പോയാലോ? എവിടെങ്കിലും കൊണ്ടുപോയി പ്രതിഷ്ഠിക്ക്. ഡോക്ടർ ഗോൺസാൽവോസ് റൂമിലുണ്ട്, ചെല്ലാൻ പറഞ്ഞു. ശരി. മിസ്സസ് ചിന്നമ്മ കറിയാച്ചൻ. അതെ. ഇരിക്കൂ. ചിന്നമ്മയ്ക്ക് പ്രശ്നമുണ്ടെന്ന് ഞാൻ അന്നേ പറഞ്ഞിരുന്നല്ലേ? പ്രശ്നം എനിക്കല്ല, ഹസ്ബൻഡിനാ. എന്നാ ഹസ്ബൻഡിനെയും കൂട്ടി വരായിരുന്നില്ലേ? അയ്യോ, അത് ഞാൻ അറിയാതെയാ വന്നത്. അറിഞ്ഞാ പിന്നെ അത് മതി. രോഗവിവരങ്ങൾ പറഞ്ഞാ മരുന്ന് എന്തെങ്കിലും തരാൻ പറ്റുമെന്ന് അറിയാനാ ഞാൻ വന്നത്. എന്റെ ട്രീറ്റ്മെന്റിൽ ഇഞ്ചക്ഷനും സിസേറിയനും ഒന്നും യാതൊരു സ്കോപ്പുമില്ല. ഹോപ്പ്ലെസ് ആയ രോഗികളുടെ മാനസിക വ്യാപാരങ്ങൾ അപഗ്രഥിച്ച് സമീപനങ്ങളുടെ വ്യത്യസ്തതയിലൂടെ സുഖപ്പെടുത്തുന്ന ഒരു പ്രത്യേക ചികിത്സാ രീതിയാണ് ഞാൻ അവലംബിച്ചിട്ടുള്ളത്. ചിഹ്നം ആ കിടുതാപ്പ് അവിടെ വയ്ക്കൂ. ആദ്യം രോഗി സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയട്ടെ. ഒക്കെ ഞാൻ പറയാം. I got it. ഞങ്ങളുടെ ഭാഷയിൽ ഇതിനെ ഡബിൾ പാരനോയിഡ് ആൽക്കഹോളിക് സ്കൈസോഫ്രീനിയ എന്നാണ് പറയാറ്.
ആർക്കിട്ടും പാര വയ്ക്കരുതേ എന്ന് ഞാൻ എപ്പോഴും ഉപദേശിക്കാറുള്ളതാ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പാരയല്ല ഈ പാര. ഇതൊരു മനോവൈകല്യത്തിന്റെ ശാസ്ത്രീയ നാമമാണ്. ഡബിൾ പാരനോയിഡ് ആൽക്കഹോളിക് സ്കൈസോഫ്രീനിയ. ആദ്യം ചെയ്യേണ്ടത് ഭർത്താവ് മദ്യപിച്ച് വീട്ടിൽ വരുമ്പോ വാതിലടച്ച് കുറ്റിയിടണം. അങ്ങനെയാണ് ചെയ്യാറ്. അതിയനകത്ത് കയറിയ ഉടനെ ഞാൻ കുറ്റിയിടും. ഇതകത്ത് കയറ്റണ്ട, അതിന് മുമ്പ് കുറ്റിയിടണം. എന്റെ കർത്താവേ. കർത്താവല്ല ഭർത്താവ്. എത്ര നിർബന്ധിച്ചാലും തട്ടി വിളിച്ചാലും തെറി വിളിച്ചാലും വാതിൽ തുറക്കരുത്. മേലിൽ മദ്യപിച്ചു വന്നാൽ വാതിൽ തുറക്കില്ല എന്ന് തറപ്പിച്ചങ്ങ് പറഞ്ഞേക്കണം. എന്റെ ഈശോയെ, എനിക്ക് പേടിയാ. ഈ പേടിയാണ് നിങ്ങളെ അവസ്ഥ കൊണ്ടെത്തിച്ചത്. ഇത് തുടർന്നാൽ ഡെലൂഷൻ, ഇല്യൂഷൻ എന്നിവ ഡെവലപ്പ് ചെയ്യും. ഇത് ട്രീറ്റ്മെന്റിന്റെ ആദ്യ ഭാഗമാണ്. ഞാൻ പറഞ്ഞില്ലേ, മറ്റുള്ളവരിൽ നിന്നും വളരെ വ്യത്യസ്തമായ സമീപനമാണ് ഞാൻ പേഷ്യൻസിന്റെ അടുത്ത് വെച്ച് പുലർത്താറുള്ളത്. എന്നാലും സ്വന്തം ഭർത്താവിനെ. പിന്നെ അടുത്ത വീട്ടിലെ ഭർത്താവിനെ വെളിയിലാക്കി വാലടയ്ക്കാൻ പറ്റുമോ? എത്രയോ പെണ്ണുങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു. പിന്നെ നിങ്ങൾക്ക് മാത്രം എന്താ അത്ര മടി? ഒരു കാര്യം ഞാൻ പറയാം, ഈ വാതിൽ നിങ്ങളുടെ കുടുംബത്തിന്റെ സുരക്ഷയുടെ വാതിലാണ്. ധൈര്യമായിട്ട് അടച്ചോളൂ. ക്ലോസ് ദ ഡോർ. ഇവളെന്നാ ചാത്തോ? എടി മൊട്ടക്കാരൻ കുട്ടപ്പന്റെ മോളെ, എടി വാതില് തുറക്കാൻ, ഇല്ല ഞാൻ ചവിട്ടി പൊളിക്കും. തുറക്കടി വാതില്, വാതില് തുറക്കടി, ചവിട്ടി പൊളിക്കും. തുറക്കാൻ പറ്റിയല്ല. പറ്റുമല്ലേ? എടി ഇത് ഞാനാ, നിന്റെ കഴുത്തെ കുരിശ് കെട്ടിയോ? തുറക്കടി, ഏത് ഒടയതമ്പുരാനാണേലും കള്ളും കുടിച്ചോണ്ട് വന്നാൽ ചിന്നമ്മ വാതില് തുറക്കുകയല്ല. മനുഷ്യർക്ക് മനസമാധാനമായിട്ട് കിടന്ന് ഉറങ്ങണം. മനുഷ്യരോ? അത് ശരി. അപ്പൊ ഞാൻ എല്ലാ സമയത്തും മനുഷ്യന്മാരെ കിടന്ന് അകത്ത് കിടത്തിരിക്ക അല്ലേ? ഇറക്കി വിട്ടേ നിന്റെ കള്ളം കാമുകനെ. എന്റെ ഈശോയെ, ഇത് എന്നതായി പറയുന്നത്? നിന്റെ സകല കള്ളത്തരങ്ങൾ ഇന്നത്തെ കൊണ്ട് ഞാൻ പൊളിക്കും. തുറക്കാൻ. നാട്ടുകാരെ വിളിച്ചു കൂട്ടി തൊണ്ടി സഹിതം പിടിപ്പിക്കുന്നതിന് മുമ്പ് മാനം വേണമെങ്കിൽ മര്യാദയ്ക്ക് തുറക്കാൻ. എന്റെ മാതാവേ. ഗുഡ് ഐഡിയ. എന്തായാലും ഗംഗാ തോമസിന് പ്രേമപ്പനി പിടിച്ചു എന്ന് ഷുവറാണ്. നന്ദു സാറിന്റെ പൊസിഷൻ നമുക്ക് അനുകൂലമാണെങ്കിൽ പിന്നെ കാറ്റ് നമ്മളെ വശത്തേക്ക് തന്നെയാ. മിസ്സസ് ഇന്ദിര നന്ദഗോപാലിനിട്ട് ശരിക്കൊരു കുത്തുകുത്താം. നമ്മളെ കോളേജിൽ നിന്ന് കെട്ടുകെട്ടിക്കൊന്ന് പറഞ്ഞ അവളെ ദാ ഈ വിരൽ തുമ്പിലിട്ട് ഇങ്ങനെ കറക്കണം. ഹലോ ഹലോ, ഗംഗയാണോ? ഞാൻ നന്ദു സാറാ. എന്താ സാർ? ഗംഗ, ഞാൻ വിളിച്ചതേ കോളേജിനടുത്തുള്ള ഐസ്ക്രീം പാർലർ അറിയില്ലേ? അറിയാം. അവിടെ മരുന്ന് വരണം, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ഹലോ ഹലോ, എന്താ സംസാരിക്കുന്നത്? വരില്ലേ? ഹലോ ഹലോ, വരാം. ആരാ ഫോൺ ചെയ്തത്? എന്റെ ഒരു കൂട്ടുകാരിയാ. ഓർക്കസ്ട്ര ടീമിന്റെ ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. ഞാൻ പോയിട്ട് വേഗം വന്നേക്കാം. വല്യേട്ടൻ വരുന്നതിന് മുമ്പ് ഇങ്ങ് എത്തണം കേട്ടോ. ഹലോ, അതെ, കുളിക്കുകയാണല്ലോ. ആരാ? നന്ദു സാർ കുളിക്കുക. ആരാ ഫോൺ എടുത്ത്? നമ്മുടെ ശത്രുവാ. ഗുഡ്, ഒന്നുകൂടെ വിളിക്കി. ഹലോ, ഇല്ല, നിങ്ങൾ ആരാ? ഹലോ ഹലോ, ആരടി? ഒരു സ്ത്രീയാ. സ്ത്രീയോ? ആ, അവളുടെ ഒരു ചോദ്യം. നന്ദു സാർ ഉണ്ടോ? നന്ദു സാർ കുളിച്ചു കഴിഞ്ഞോ? ഞാൻ കുളിക്കണമെന്ന് അവരെങ്ങനെ അറിഞ്ഞു? ഞാൻ പറഞ്ഞു. എന്താ, വല്ല കെണിയും ഒപ്പിച്ചു വെച്ചിട്ടുണ്ടോ? ഉണ്ടല്ലോ, എനിക്ക് ഇവിടെ ഒരു സെക്കൻഡ് വൈഫ് ഉണ്ട്. എന്താ? കൊടിച്ച് കൊന്നളേ ഞാൻ. ഹലോ, നന്ദു സാറാണോ? അതെ, ആരാ? സാർ, ഞാൻ ഗംഗയാ. ഗംഗ, എനിക്ക് നേരിട്ടൊന്ന് കാണണം. കുറേ സംസാരിക്കാനുണ്ട്. കോളേജിനടുത്തുള്ള ഐസ്ക്രീം പാർലറിൽ ഞാൻ കാത്തിരിക്കും. സാർ വരണം. പിന്നെ ഞാനിപ്പോ പെട്ടെന്ന് അങ്ങോട്ട്. പ്ലീസ് സാർ, ഇനി ഒരിക്കലും ഞാനിങ്ങനെ ആവശ്യപ്പെടില്ല. ഐ ബെഗ് യു സാർ, പ്ലീസ് സാർ. ആരാ? അങ്കിളാ. എന്താ? ഒന്നുമില്ല, അവിടെ വരെ ഒന്ന് ചെല്ലാമൊന്ന്. എന്താ വിശേഷിച്ച്? വിശേഷമൊന്നുമില്ല. പിന്നെ എന്റെ തലവേദനയുടെ കാര്യം പറഞ്ഞിരുന്നേ, അതിന് മരുന്ന് തരാമെന്ന്. കുറച്ചു നേരം വെയിറ്റ് ചെയ്യണമെങ്കിൽ ഞാനും കൂടെ വരാം. വേണ്ട, ഞാൻ പോയിട്ട് പെട്ടെന്ന് വന്നേക്കാം. ഹലോ, മിസ്റ്റർ നന്ദഗോപാൽ
അതെ. നന്ദഗോപാൽ ഉണ്ടോ? ഇപ്പൊ പുറത്തേക്ക് പോയല്ലോ. എങ്ങോട്ടാ പോയതെന്നറിയാവോ? അങ്കിളിനെ കാണാൻ പോയതാ. മിസ്സിസ് നന്ദഗോപാൽ, നിങ്ങൾ ചീറ്റ് ചെയ്യപ്പെടുകയാണ്. നിങ്ങളുടെ ഭർത്താവ് പോയത് അങ്കിളിനെ കാണാനല്ല, ഗംഗ എന്ന കാമുകിയെ കാണാനാണ്. ഞാനിത് വിശ്വസിക്കില്ല. വിശ്വാസമില്ലെങ്കിൽ കോളേജിന്റെ കിഴക്കുവശത്തുള്ള ഐസ്ക്രീം പാർലറിൽ വന്ന് നിങ്ങൾക്ക് നേരിട്ട് കാണാം. നിങ്ങൾ ആരാ? നിങ്ങളുടെ ഒരു അഭ്യുദയകാംക്ഷിയാണെന്ന് മാത്രം കരുതിയാൽ മതി. ഹലോ ഹലോ. ഹലോ, ഡോക്ടർ മേനോൻ ഹിയർ. അങ്കിൾ, ഇന്ദു ആണ്. അങ്കിൾ കുറച്ചു മുമ്പ് നന്ദേട്ടന് ഫോൺ ചെയ്തിരുന്നോ? ഞാനോ? ഇല്ലല്ലോ. എന്താ? ഹലോ ഹലോ ഹലോ. നന്ദു സാറേ, സാറെന്താ ഇവിടെ? ഏയ്, ഞാൻ എന്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി വന്നാ. ഐസ്ക്രീം വാങ്ങിക്കൊടുത്ത് എന്റെ കുഞ്ഞിനെ നീ പാട്ടിലാക്കി അല്ലാടാ തെണ്ടി. മൂത്രം ഒഴിക്കാൻ വേറെ സ്ഥലമൊന്നും കണ്ടില്ല അല്ലേ? മൂത്രം ഒഴിക്കാനിരുന്നതല്ല, എന്റെ ഒരു സാധനം കളഞ്ഞു പോയി. എന്ത് സാധനം? സമാധാനം. ഇത് ശരിയാണോ ഗംഗ? ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. എന്നാ തെറ്റാണ്. രണ്ടുപേരും സംസാരിച്ച് ഫോൺ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം അറിഞ്ഞ് ചളവാക്കോ? സ്റ്റുഡന്റ് എന്നതിനേക്കാൾ ഉപരി ഒരു ഫ്രണ്ടിനെ പോലെയാണ് ഞാൻ പെരുമാറിയത്. അത് തെറ്റായി പോയെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. ആം ഐ റൈറ്റ്? ഇല്ല, തെറ്റ് ചെയ്തത് ഞാനാ. ഇവിടെ വരാൻ പാടില്ലായിരുന്നു. ഗംഗ, ലുക്ക്. ഏയ് ഗംഗ, എന്താ ഇത്? ആരെങ്കിലും കണ്ട എന്ത് വിചാരിക്കും? ഗംഗ കരയരുത് പ്ലീസ്. എന്നിട്ട് ആ കൊച്ചിനോട് താൻ ഒന്നും പറയാതെ പോകുന്നത് മണ്ടത്തരായി എന്ന് പറഞ്ഞാ അതിനൊരു അവസരം കിട്ടണ്ടേ? പറഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്ക് ആ കൊച്ചു കരയാൻ തുടങ്ങി. പിന്നെ ആരെങ്കിലൊക്കെ കണ്ട് കൂടുതൽ ചളാവുന്നവരുമ്പോ ഞാനിങ്ങ് വലിഞ്ഞു. ഓഹോ, അപ്പൊ പ്രേമലേഖനം കൊടുപ്പിൽ നിന്നും കരച്ചിൽ വരെ എത്തി. ഇത് സെക്കൻഡ് സ്റ്റേജ് ആണ്. ഇതിന് ഞങ്ങളുടെ ഭാഷയിൽ ലവ് എൻസൈക്ലോപീഡിയ മാങ്ങാ തൊലി ലവ്വമാനിയ മനുഷ്യൻ ഇവിടെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോൾ റിലാക്സ് റിലാക്സ്. ഐ വിൽ സജസ്റ്റ് അനദർ ഐഡിയ. തുറക്കടാ കഴിവറി വാതില്. തുറക്കടാ. ആരാ? എന്താ വേണ്ടത്? എവിടെ നന്ദഗോപാലൻ? അവനെ ഒന്ന് കാണാൻ വന്ന. തപ്പിത്തിരക്ക് ഒരുപാട് ബുദ്ധിമുട്ടി.
ഒന്ന് കാണാൻ പറ്റുമോ? എന്താ കാര്യം? അങ്ങോട്ട് പറഞ്ഞു കൊടുക്കടാ. മുട്ടിപ്പായി തൊഴുത് ഇത്തിരി നേർച്ചയും കൊടുത്തിട്ട് പോകാനാ. ഞങ്ങളുടെ ഗംഗാമോളെ പഠിപ്പിക്കണ സാറല്ലയോ? ആളിവിടെ ഇല്ല. ഓ, ചെറ്റപ്പൊക്കാൻ ഇറങ്ങിയതായിരിക്കും അല്ലേ? കുറച്ചുകൂടി അന്തസ്സായിട്ട് സംസാരിക്കണം. പാറേപ്പറമ്പന്മാരെ ആരും അന്തസ് പഠിപ്പിക്കണ്ട. ആ കഴിവേറി വരുമ്പോ പറഞ്ഞേക്ക് അവന്റെ പ്രേമക്കുത്തി ഞങ്ങളുടെ പെങ്ങളോട് വേണ്ടാന്ന്. പാറേപ്പറമ്പന്മാരോട് കളിച്ചാലുണ്ടല്ലോ അരിഞ്ഞു കളി. വാടാ. പാറേപ്പറമ്പന്മാരില്ലടാ അവിടെ. അവര് തിരുവനന്തപുരത്ത് പോയിരിക്കാം. നമ്മളാരാ? ആരാച്ചാര്? അപ്പോഴേ വല്ലതും പറഞ്ഞേപ്പിക്കാനുണ്ടേ പറ. വരുമ്പം പറഞ്ഞേക്കാം, അല്ലാതെ വെറുതെ ആള് കളിക്കല്ലേ. പറയാനുള്ള അല്ലല്ലോ ഏട്ടാ, നേരിട്ട് കൊടുക്കാനുള്ളതാ. എന്നാൽ അവരുള്ളപ്പം വാ. ആ വരും. അവരോട് പറഞ്ഞേക്ക് പാറേപ്പറമ്പന്മാരെ തിരക്കി ഒരു നന്ദഗോപാലം വന്നിരുന്നു. മോളെ എഴുന്നേറ്റ് വന്ന് എന്തെങ്കിലും കഴിക്ക്. അല്ല, ഇവിടെ ഇങ്ങനെ മുറി അടച്ചിട്ട് നിരാഹാരം എടുക്കാനാണോ തീരുമാനം? ഏത് കാര്യത്തിലായാലും എടുത്തിയാട്ടം നല്ലതല്ല. ആരെങ്കിലും എന്തെങ്കിലും ഫോണിൽ കൂടെ വിളിച്ചു പറഞ്ഞു വെച്ചിട്ട് എന്തെങ്കിലോ? അപ്പൊ ഞാൻ എന്റെ കണ്ണോണ്ട് കണ്ടതൊക്കെ സ്വപ്നമാണോ? നീ എന്ത് കണ്ടുന്നാ? അവന്റെ ഒരു സ്റ്റുഡന്റുമായിരുന്നു സംസാരിക്കുന്നത് കണ്ടു. നിനക്ക് പരിചയമുള്ള ആളെ കണ്ടാ നീ സംസാരിക്കില്ലേ? അപ്പൊ ആ കുട്ടിയുടെ ഏട്ടന്മാരൊന്ന് പറഞ്ഞതോ? ആ കുട്ടി അങ്ങനെ എന്തെങ്കിലും വേണ്ടാതിനെ കാണിച്ചു വെച്ചിട്ട് നന്ദു എന്ത് തെറ്റ് ചെയ്തു? തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ അങ്കിള് വിളിച്ചു എന്നോട് കള്ളം പറഞ്ഞു എന്തിനാ? അത് പിന്നെ വേണ്ട, അങ്കിള് കിടന്ന് ഉരുളണ്ട. മോളെ കുടുംബമാകുമ്പോ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. നമ്മൾ വേണം പൊറുക്കാൻ. ഈ ഡോക്ടർ എന്നെ നല്ല പ്രായത്തിൽ എന്തൊക്കെ കുലുമാലം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അറിയോ നിനക്ക്? നീ വിചാരിക്കണ പോലത്തെ കുറ്റൊന്നും നന്ദു ചെയ്തിട്ടില്ല. സത്യത്തിൽ എന്താ ഉണ്ടായെന്ന് തുറന്നു പറയാൻ വേണ്ടിയാവും വന്നത്. നീ സമ്മതിച്ചില്ല. ഓഹോ, അപ്പൊ എന്തൊക്കെയോ ഒളിച്ചിരുന്നു എന്നുള്ളത് സത്യമല്ലേ? എനിക്കറിയാം. അങ്കിളും കൂടി ചേർന്ന് എന്നെ വിഡ്ഢിയാക്കുമായിരുന്നു. എന്താ ഇതിനൊക്കെ പറയാ? വേണ്ട, ആരും ഒന്നും പറയണ്ട. ഒക്കെ എനിക്കറിയാം. പറയണ്ടെന്ന് പറഞ്ഞാ ഇതൊക്കെ കണ്ടിരിക്കാൻ എന്നെ കൊണ്ടാവില്ല. ബുദ്ധിമുട്ടാണെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ വല്ല ഹോസ്റ്റലിലേക്ക് മാറിക്കോളാം. എന്തിനാ എഴുതാപ്പുറം വായിക്കണേ? ഇത് നിന്റെ വീടാ. നിനക്ക് ഇഷ്ടമുള്ളവരെ ഇവിടെ നിൽക്കേ പോവുക, എന്താ ചെയ്യാം. വാശിക്ക് നാശെന്ന് കേട്ടിട്ടില്ല മോളെ. അളിയോ വന്ന് ചോദിച്ചാൽ സമാധാനം പറഞ്ഞിട്ട് ഞാനാ. എനിക്ക് അത്ര പറയാനുള്ളൂ. അജ്ഞാത ഫോണിന് പിന്നിൽ പ്രവർത്തിച്ച അഭ്യുദയകാംക്ഷി ആരാണെന്ന് ഞാൻ പറയാം. ആരാ? ഇന്നരയെ വിവാഹം കഴിക്കാനായി റിക്വസ്റ്റ് ചെയ്ത് പരാജയമടഞ്ഞ ഏതെങ്കിലും കോളേജ് മേറ്റ്സ് ഉണ്ടോ? ഇല്ല. അല്ലെങ്കിൽ ഭാര്യമാരെ വിവാഹം കഴിക്കുന്ന ആരെങ്കിലും റിക്വസ്റ്റ് ചെയ്യോ? വിപ്രദോഷം പറയാതടാ. അപ്പൊ പിന്നെ അഭ്യുദയകാംക്ഷി എന്ന വേഷം കെട്ടാൻ ഒരേ ഒരു ശത്രുവേ ഉള്ളൂ. ശത്രുവോ? എനിക്കങ്ങനെ ആരും ശത്രുക്കൾ ഇല്ലല്ലോ. ഉണ്ടല്ലോ, കറിയാച്ചൻ. അത് അങ്ങനെ വാക്ക് ഇംഗ്ലീഷ് ഇല്ല. കുത്തി കുത്തി നീ മുറത്തെ കയറി കൊത്തുവരണം. ഏത് മുറം? നിനക്കൊന്നും അറിയില്ലല്ലേ? ഒരു അഭ്യുദയകാംക്ഷി. ഞങ്ങൾ ഇത്തിരി സന്തോഷത്തോടെ കഴിയുന്ന നിനക്ക് ഇഷ്ടാവണ്ടല്ലടാ. ഞങ്ങളുടെ ബന്ധം തകർക്കാൻ നോക്കിയാലുണ്ടല്ലോ, അടിച്ച് നിന്റെ മുത്തി ഓടിക്കും. നിങ്ങൾ തമ്മിലുള്ള ബന്ധം തകർക്കരുതെന്നല്ലേ? എന്റെ മുട്ട തല്ലി ഒടിച്ചിട്ട് എന്റെ ഭാര്യയോടൊപ്പം നിനക്ക് പൊറുക്കണം. ആരാരുടെ മുട്ട തല്ലി ഒടിക്കുമെന്ന് നമുക്ക് കാണാം. വരൂ, കമ്മിങ്. ഇങ്ങോട്ട് സിറ്റ് ഡൗൺ. ഇരിക്കൂ. ആ പിന്നെ അണ്ണാമാരെ അവിടെ വെക്കൂ. പേഷ്യൻസ് മാത്രം ഇവിടെ ഇരുന്നാ മതി. അറ്റൻഡേഴ്സിനെ ആവശ്യമുള്ളപ്പോ വിളിക്കാം. ആ, ഫസ്റ്റ് ട്രീറ്റ്മെന്റിന്റെ റിയാക്ഷൻ എന്തായിരുന്നു? കള്ളക്കാമുവിനകത്തുള്ളത് കൊണ്ടാണ് വാതിൽ തുറക്കാത്തതെന്ന് പറഞ്ഞ് ബഹളം കൂട്ടി. നാട്ടുകാരുടെ മുമ്പിൽ മാനം പോവാതെ രക്ഷപ്പെട്ടത് ഭാഗ്യം. സാരമല്ല, നമുക്ക് സമീപനം മാറ്റാം. സിഗ്മണ്ട് ഫ്രോയിഡ് തെറാപ്പി ഒന്ന് പരീക്ഷിച്ചു നോക്കാം. എന്നതാ? സിഗ്മണ്ട് ഫ്രോയിഡ് തെറാപ്പി, അതായത് വശീകരണ തന്ത്രം. തികച്ചും മനഃശാസ്ത്രപരമായ ഒരു സമീപനമാണ്. അതിന് എന്നാ ചെയ്യണം? ആദ്യം ഈ ചിണുകൾ ഉപേക്ഷിക്കണം. എന്നിട്ട് പുഞ്ചിരിക്കണം. കുളിച്ചൊരുങ്ങി കണ്ണെഴുതി പൊട്ടുതുണ്ട്, തലയിൽ മുല്ലപ്പൂവും ചൂടി ചിന്നമ്മ വീണ്ടും ഒരു മണവാട്ടിയാകണം. ഞാൻ വീണ്ടും ഒന്ന് കെട്ടണോന്നോ? നോ, മണവാട്ടിയെ പോലെ അഭിനയിക്കണമെന്ന്. ആദ്യ രാത്രിയിലേതെന്ന പോലെ കറിയാച്ചനെ മോഹിപ്പിക്കണം. കയ്യിൽ ഒരു ഗ്ലാസ് പാലിന് പകരം ബ്രാൻഡി, പ്ലേറ്റിൽ 1 കിലോ കറുത്ത മുന്തിരിക്ക് പകരം വറുത്ത കരിമീൻ. ദാമ്പത്യ ജീവിതത്തിൽ ഒടിവുകളും ചതവുകളും സാധാരണമാണ് സാർ.
ബോഡി അറിയാതെ അത് സ്റ്റിച്ച് ചെയ്ത് ഡ്രസ് ചെയ്യുന്നതിലാണ് മിടുക്ക് കാണിക്കേണ്ടത്. ഇത് ബോഡിയുടെ പ്രശ്നമല്ലടാ സ്വാമി, മനസ്സിന്റെ പ്രശ്നമാണ്. മനസ്സിലായോ? എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു രൂപമില്ല. ഡോണ്ട് ബി എ പെസിമിസ്റ്റ്. ആത്മവിശ്വാസം കൈവടിയരുത്. ഇതൊക്കെ സംസാരിച്ചു തീർക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഡോണ്ട് ബി സില്ലി. പക്ഷേ ഞാൻ പറയുന്നൊന്നും കേൾക്കാനുള്ള സന്മനസ് അവള് കാണിക്കുന്നില്ലല്ലോ. കുട്ടിക്കാലിന് സ്നേഹമുള്ളിടത്ത് പൊട്ടിത്തെറി ഉണ്ടാവുന്ന ഒരു ചെറിയ മഞ്ഞുതുള്ളി മതി. ഇല്ലേ മാങ്കുടി സാറേ? യു ഷട്ട് യുവർ ബ്ലഡി മൗത്ത്. ഡോണ്ട് വറി മിസ്റ്റർ നന്ദു, ഈ പ്രോബ്ലം ഞാൻ സോൾവ് ചെയ്ത് തരാം. അട്ടിപ്പ ഉടയ്ക്കടാ. ഏയ് ഞാനെടുത്തില്ല. വെക്കടാ. ഇതാരാ നന്ദഗോപാലൻ സാറോ? എടാ മാത്തുക്കുട്ടി, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലോടാ തേടിയ വള്ളി ബാറി ചുറ്റൊന്ന്. ആ ചുറ്റ കണ്ടോ? നീ കടയിൽ വന്ന് വെല്ലുവിളിച്ചെന്ന് കേട്ടല്ലോ. ആ നിൽക്കുന്നവനെ അടിച്ചവന്റെ ഷേപ്പ് മാറ്റി. ബാക്കി കാര്യം ഞാൻ അല്ല, പാറേ പറമ്പന്മാരെ വെല്ലുവിളിച്ചിട്ട് പുല്ലുപോലെ അങ്ങ് പോയാലോ? ഇതാരാ? ഗുണ്ടകളെ കൊണ്ട് തല്ലാവുന്നതാണോ? അടിച്ച് താഴ്ക്കണം എല്ലാത്രയും. അയ്യോ എന്റെ ബ്രൂസിലെ ഞാൻ പാവാ. എന്നെ കൊല്ലരുത്. ഇന്നലെ ഓടി വാടിവിനെ പിടിച്ച് പൂട്ടടി. അയ്യോ ആരിവിനെ എന്നെ പൂട്ടോ. ഞാൻ പാവാ. ഞാൻ പാവാന്നേ. വഴിയില്ലല്ലോ ഓടാൻ. ആ വണ്ടി
ഹരിയേട്ടാ ആഹാ, നീയാണ് അയ്യോ എന്റെ ഈശോയെ ഇത് എന്നെ പറ്റി പറ്റിയതല്ല, തെറ്റിയതാ. തെറ്റിയതോ? ആ, നാളെ തെറ്റി. ചേട്ടൻ വാ ഇരിക്കു ചേട്ടാ. ചേട്ടാ എന്താ ഇത്? ബ്രാൻഡിയാണ് ചേട്ടാ. ചേട്ടന്റെ ഇഷ്ടമാണ് എന്റെ ഇഷ്ടം. ആഹാ, എടീ, എന്നെ കുടിപ്പിച്ച് പൂസാക്കി കിടത്തിയിട്ട് കള്ളക്കാമുകനായിട്ട് കൂത്താടാനുള്ള പ്ലാനാണ്. മൂദേവി, ഒരു ലെക്ചറർ, അതും ഒരു കോളേജ് ലെക്ചറർ ബാറിൽ കയറി അടിയുണ്ടാക്കാന്ന് പറഞ്ഞ തല്ലുകൊണ്ടതും പഴുക്ക് പറ്റിയതുമൊക്കെ ഒരു ഉർവശി ശാപമാണെന്ന് കരുതിയാൽ മതി. എങ്ങനെ? ഈ അവസ്ഥയിൽ നന്ദു ഇന്ദിരയോട് സംസാരിച്ചാൽ എല്ലാ പിണക്കങ്ങളും തീരുമെന്നാണ് എന്റെ മനഃശാസ്ത്ര നിഗമനം. കള്ളു കുടിച്ചിട്ട് തല്ലുണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഡൈവോഴ്സ് ഉറപ്പാ. ഭർത്താവിന്റെ ദേഹം നൊന്താൽ പിണങ്ങിപ്പോയ ഭാര്യയുടെ മനസ്സിൽ സെന്റിമെന്റ്സ് വർക്ക്ഔട്ട് ചെയ്യുമെന്നാണ് സൈക്കോളജി. നീ ആ പഞ്ഞെടുത്ത് കൈകെട്ടതേ. Best I will manage. എന്തത്ര ലേറ്റ് ആയത്? മദ്യപിച്ച് ലക്ക് കേട്ട് പാറയപ്പറമ്പന്മാരായി തല്ലുണ്ടാക്കി ഒരുത്തനെ ആസ്പത്രി കൊണ്ടുണ്ട്. ശുശ്രൂഷിക്കാതിരിക്കാൻ പറ്റുമോ? അതിനിവിടെ വേറെ ഡോക്ടർമാരുണ്ടല്ലോ. ഉണ്ട്, പക്ഷേ ആള് നമ്മുടെ സ്വന്തം ആളായി പോയില്ലേ. സ്വന്തം ആളോ? അതാരാ? ആളെ നിങ്ങൾ അറിയും, നന്ദഗോപാലൻ. ഭാര്യ തെറ്റിദ്ധരിച്ചു എന്ന് പറഞ്ഞ് ജീവിതം നശിപ്പിക്കാൻ ഓരോരുത്തരെ ഇറങ്ങി തിരിച്ചാ പിന്നെന്താ ചെയ്യാ? ഈശ്വര, അഡ്മിറ്റ് ചെയ്തിരിക്കാ? ഏയ്, ദൈവാധീനത്തിന് വലിയ പരിക്കൊന്നും പറ്റിയിട്ടില്ല. ആളെ ഞാൻ കൊണ്ടുവന്നുണ്ട്. ഉമ്മറത്ത് ഇങ്ങോട്ട് കയറാൻ കൂട്ടാക്കണില്ല. ഇവളോട് എന്തോ സംസാരിക്കാണ്ടത്ര. ഇനിയെങ്കിലും അവന് പറയാനുള്ളത് കേൾക്കാൻ സന്മനസ് കാണിച്ചില്ല അച്ഛാ. എന്താ ഉണ്ടാവാൻ പോണേക്ക് നിശ്ചയില്ല. മൂകാംബിക അമ്മയാണ് ഇന്ദൂട്ടി അല്ലാതെ വേറൊരാളെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. ഒരു ത്രില്ലിന് വേണ്ടി കുറച്ചാൾ പിരിഞ്ഞിരിക്കാന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നീ ഇല്ലാതൊരു നിമിഷം എനിക്ക് ജീവിക്കാൻ കഴിയില്ല. സ്വന്തം എന്ന് പറയാൻ നീ അല്ലാതെ വേറെ ആരും എനിക്കില്ലെന്നറിയാലോ. വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ വിശ്വസിക്കുക. ഇതിൽ കൂടുതലൊരു സാക്ഷി പറയാൻ എനിക്കില്ല. ഇതെന്ത് വേഷം? ചെത്തും ചീന്തും ഒക്കെ നിർത്തി അടങ്ങി ഒതുങ്ങി ഇനി ഇന്ദൂട്ടിയുടെ ചൊൽപ്പടിക്ക് നടക്കാൻ തീരുമാനിച്ചിരിക്കുക. അങ്ങനെ ഇപ്പൊ ഉണ്ണിയാർച്ചയുടെ കുഞ്ഞിരാമനൊന്നും ആകണ്ട. സാരിത്തുമ്പി കെട്ടി നടത്താൻ എനിക്ക് മോഹമില്ല. എന്നെ വെറും മണ്ടിയാക്കാതിരുന്നാ മതി. ഒന്നുമില്ല എന്റെ ചങ്ങാതിയേ. വാ.
கட்டி கல்லும் முள்ளும் காலுக்கு மெத்தை சுவாமியே ஐயப்போ ஐயப்போ சுவாமியே. ഇപ്പൊ ലീവിലേ എടുത്തിട്ടുള്ളൂ. നോക്കിക്കോ, ഒരു മാസത്തിനുള്ളിൽ മിസ്സസ് ഇന്ദിര നന്ദഗോപാൽ റെസിഗ്നേഷൻ ലെറ്ററും കൊടുത്ത് കണ്ണീരും കയ്യുമായി ഈ കോളേജിനോട് വിട പറയും. We will give her a sentimental send off. നന്ദേട്ടാ, ഇത് മറന്നോ? ഓ, നമ്മുടെ ക്ലാസ് ഇനിയും ഗ്രൗണ്ടിൽ തന്നെയാ. ഇവരെ സെപ്പറേറ്റ് ചെയ്യാൻ ഈ ജന്മം നമുക്ക് പറ്റും തോന്നുന്നില്ല. ഇവളാര്? ജൂഹി ചവളയോ? കമോൺ. തീർന്നില്ലടാ, നിന്നെ എന്റെ കൈ കിട്ടും. നീയൊന്നും വിചാരിച്ച എന്നെ എന്തോട്ടിനെ പിരിക്കാൻ കഴിയില്ലടാ തേണ്ടി. എന്തോ മൂടോട്ട് ഇനി മാറിയില്ലേ? അഭിനേ, ഞാൻ നിന്നെ കാണാൻ വേണ്ടി വരുമായിരുന്നു. എന്താ? എന്റെ ഇന്നത്തെ മാച്ച് ഓവർ. ക്ലാസ് കഴിഞ്ഞു, വീട്ടിലേക്ക് പോയാലോ എന്ന് ആലോചിക്കുക. എന്ത് പറ്റി നേരത്തെ? ഇനി മുതൽ നേരത്തെയും കാലത്തേക്ക് വീട്ടിലേക്ക് പോയിക്കോളാവേ. കുറെ പേപ്പേഴ്സ് വാല്യൂ ചെയ്യാനുള്ളത് കുടിച്ചു കിടക്കാൻ തുടങ്ങിയിട്ട് നാള് കുറെ. പിന്നെ പണിയൊന്നുമില്ലാതെ വെറുതെ ഈ അറ്റ്മോസ്ഫിയറിൽ ഈ പെമ്പിള്ളേരൊക്കെ നോക്കി നമ്മളില്ലേ. നല്ല കുട്ടിയായി വീട്ടിൽ ചെന്ന് ഹോംവർക്ക് ഒക്കെ ചെയ്ത് പപ്പയുടെ സ്വന്തം അപ്പൂസായി. അപ്പോ നീ വന്നേക്കല്ലോ? ആ പിന്നെ ജോലി കഴിഞ്ഞ കല്യാണി പറഞ്ഞേച്ചേക്ക്. ഓ, എവിടുന്നാണെന്ന് പറഞ്ഞു? അതേ ചോദിച്ചില്ല. മേഴ്സിന്നാണോ പേര് പറഞ്ഞത്? പേര് പറഞ്ഞില്ല, കസിനാണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. എനിക്ക് 2 കസിൻസ് ആണുള്ളത്. ഒരാള് തിരുവനന്തപുരത്തും മറ്റവള് ചെങ്ങന്നൂരും. കട്ട് ചെയ്ത് വിളിക്കാന്ന് പറഞ്ഞിട്ട് സമയം കുറയായല്ലോ. സാറിന് ടെൻഷനായല്ലേ? ഏയ്, ടെൻഷനൊന്നുമില്ല. എനിക്ക് മനസ്സിലായി. എന്തോങ്ങാനും ഇപ്പൊ വന്നാ എന്ത് വിചാരിക്കുന്നുള്ള പേടിയല്ലേ? ശരിയാ, ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയുടെ അവസ്ഥ എന്റേത്. പച്ചവെള്ളം കണ്ടാലും പേടിയാ. സാറിങ്ങനെ ഭാര്യ പേടിക്കാൻ തുടങ്ങിയ കുറച്ച് കഷ്ടാ. ഇത് സ്നേഹം കൊണ്ടുള്ള പേടിയാ. അവള് വെറൊരു പാവ, നിസ്സാര കാര്യം മതി പഠനം. കൊച്ചുകുട്ടികളുടെ സ്വഭാവ ട്രീസക്കറിയാലോ. പ്രസവിച്ചപ്പോഴേ അമ്മ മരിച്ചു. ചെറുപ്പം മുതലേ ബോർഡിങ്ങിലും ഗവൺമെന്റിലേക്കായിട്ട് ഇവൾ ഒറ്റയ്ക്കായിരുന്നു. അങ്കിളും ആന്റിയും അവർക്ക് മക്കളില്ലാത്തതുകൊണ്ട് ഇവളെ പുന്നാരിച്ച വളർത്തിയത്. പുറത്ത് കാണുന്ന ഈ മൂച്ചയ്ക്കേ ഉള്ളൂ, ആള് വെറും തൊട്ടാവാടിയാ. ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും തമാശ പറയുന്നല്ലാതെ അവള് വേദനിച്ച് എനിക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ടാ. സോറി സർ, ഇന്ദുവിനെ കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും അല്ല കരുതിയിരുന്നത്. സോറി. ഞാൻ ഇറങ്ങാം. ഫോൺ വന്ന നമ്പർ കുറിച്ച് വെച്ചാ മതി. ഞാൻ അങ്ങോട്ട് വിളിക്കാന്ന് പറഞ്ഞിട്ടു. എന്റെ ഈശ്വര, എന്താ സാർ? ഇന്ദു വന്നു. അതിനെന്താ, ഞാൻ കാര്യം പറഞ്ഞോളാം. അയ്യോ, അതവള് വിശ്വസിക്കില്ല. ട്രീസി ഇപ്പൊ പുറത്തിറങ്ങണ്ട. പിന്നെ എന്ത് ചെയ്യാനാ? എവിടെയെങ്കിലും ഒന്ന് ഒളിക്കോ? ഒളിക്കാനോ? സാർ എന്തായി പറയുന്നത്? അയ്യോ, തർക്കിച്ചേക്കാൻ സമയമില്ല. ഞാൻ പറയുന്നത് കേക്ക് പ്ലീസ്. ഇവിടെ വരെ ഓട്ടോയ്ക്ക് 20 രൂപ ചോദിച്ചു. അയ്യോ, 20 രൂപയോ? ഞാൻ 15 കൊടുത്തുള്ളൂ. നേരത്തെ പോന്നോ? നേരത്തെയോ? ഓ, സമയം പോയതാ. എന്ത് പറ്റി? ഏയ്, ഒന്നുമില്ല. പേപ്പേഴ്സ് നോക്കായിരുന്നോ അതോ ഉറങ്ങായിരുന്നോ? ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല. എന്താ വേർതിരിക്കുന്നേ? ഓ, അതോ, അത് പിന്നെ പെട്ടെന്ന് കറണ്ട് പോയി. പിന്നെ കറണ്ട് പോയപ്പോഴത്തേക്ക് ആകെ വേർപ്പായി. പിന്നെ കറണ്ട് വന്ന് വേർപ്പ് പോയപ്പോഴത്തേക്ക് പിന്നെ കറണ്ട് പോയി. കറണ്ട് വന്നു, കറണ്ട് വന്നു. പിന്നെന്താ? അയ്യോ, എന്തായി കാണിക്കുന്നത്? സ്ക്വാഷ് ആണ്. അതെ, സ്ക്വാഷ് ആണ്. പക്ഷെ ദാഹം എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് ഡൈല്യൂട്ട് ചെയ്യാതെ കുടിച്ചാലേ കുശാലാകും. ഞാൻ വെച്ചോളാം.
ഇതൊന്നും വേണ്ട. നല്ല ഒന്നും തന്നെ ചായ ഉണ്ടാക്കി വേണ്ട, എനിക്ക് ചായ വേണ്ട, സ്പാഷ് കലക്കി തന്നാ മതി. എന്താ ഒരു വെപ്രാളം? വെപ്രാളം എന്തിന്? എന്നാ മാറി വെള്ളം എടുക്കട്ടെ. വേണ്ട, ഇതിന്ന് എടുക്കണ്ട. വേണ്ട, ഇതിന്ന് വേണ്ട. അയ്യേ, അടുക്കളയിൽ ടാപ്പിൽ നിന്ന് എടുത്ത് തന്നാ മതി. ഇതിൽ നല്ല തണുത്ത ബിസ്ലറി വാട്ടർ ഉണ്ടല്ലോ. കൊഞ്ചാതെ നന്ദേട്ടാ. അതെ, ഇതാരുടെയാ? ചെരുപ്പോ? ഇത് കല്യാണി എങ്ങാനും? ആരവിടെ ഉള്ളത്? ഇല്ല, ആരുമില്ല. ഞാൻ പറഞ്ഞില്ല ആരുമില്ലെന്ന്. എന്നെ അത്രയ്ക്ക് വിശ്വാസമില്ലേ? ഇന്തുട്ടി, എന്തതൊക്കെ? ഞാൻ അത് ഫോൺ അതിന് ഞാനൊരു ശല്യമായല്ലേ? സാറ് എന്നെ വെറുതെ കുഴപ്പാക്കിയത്. ഇന്ദു, ഇന്ദു, ഇന്ദു വാതിൽ തുറക്ക്. ഞാൻ പറയുന്നത് കേക്ക്. നടന്നെന്താണെന്ന് ഞാൻ പറയാം. ഇന്ദു വാതിൽ തുറക്കാൻ. ഇന്ദു, തൊടരുത് എന്നെ. ഇന്ദു, തൊടരുത്. ഇന്ദു, ഇന്ദു, ഇന്ദു. നിന്റെ കുസൃതി തരത്തിനൊക്കെ ഞാൻ കൂട്ടുന്നുണ്ട്, പക്ഷേ ഇത് ഇത്തിരി കടന്നു കൈയായി. അമ്മാവാ, ഞാന് വേണ്ട, ന്യായീകരണം പറയണ്ട. സംഭവിച്ച എന്താണെന്ന് ഞാനൊന്ന്. ഇന്ദു വരുമ്പോ ആ പെണ്ണ് അവിടെ ഉണ്ടായിരുന്നോ? അത് പിന്നെ അവളുടെ കസിന്റെ ഫോൺ വന്ന്. ഫോണോ കീണോന്നല്ല, ആ പെണ്ണ് അവിടെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. നീ അവളെ ഒളിപ്പിച്ചോ? അത് പിന്നെ ആ അവസ്ഥയില്. അവസ്ഥ എന്തോ ആകട്ടെ, ഒളിപ്പിച്ചോ? ഒളിപ്പിച്ചു. ഇന്ദു അവളെ കണ്ടുപിടിച്ചോ? അത് പിന്നെ കണ്ടുപിടിച്ചോ? ഉവ്. അത്രേ അവളും പറഞ്ഞുള്ളൂ. കള്ളത്തിന് ഒന്നും ഇല്ലെങ്കിൽ പിന്നെ നീ എന്തിനാ അവളെ ഒളിപ്പിച്ചേ? അമ്മാവാ, ഞാന്. വേണ്ട, ഇന്ദുവിന്റെ മുഖത്ത് നോക്കി ഇനി ഉരുണ്ട് കളിക്കാൻ എന്നെ കൊണ്ട് വയ്യ. ആ, പിന്നെ തൽക്കാലം നീ അവളെ കാണണ്ട. നിന്നെ കണ്ട അവള് വയലന്റ് ആവും. ആത്മഹത്യയല്ലാതെ എനിക്കിനി വേറെ ഒരു പോംവഴിയില്ല. അയ്യോ, അങ്ങനെ ചിന്തിക്കാൻ വരട്ടെ. സമയമാകുമ്പോ ഞാൻ പറയാം, അതിനുള്ള വഴിയും നിർദ്ദേശിച്ചു തരാം. ഡോക്ടർ പറഞ്ഞതുപോലെ കുളിച്ചൊരുങ്ങി മുല്ലപ്പൂവും ചൂടി കരിമീൻ ഫ്രൈയും ബ്രാൻഡിയും കൊടുത്തു. എന്നിട്ട് പ്രയോജനം കിട്ടിയല്ലേ? ഇല്ല, അടി കിട്ടി. ഓഹോ, അപ്പൊ സിഗ്മണ്ട് ഫ്രൈഡും കീറിയല്ലേ? ഫ്രൈഡ് ആയാലും റോസ്റ്റ് ആയാലും അത് എന്നോട് ജയിക്കാൻ പറ്റില്ലെന്ന് ബോധ്യായി സർ. അതുകൊണ്ടാണ് ഞാൻ ഈ തീരുമാനത്തിലെത്തിയത്. നോ, സമീപന രീതികൾ മുഴുവൻ ഞാൻ പ്രയോഗിച്ചു കഴിഞ്ഞിട്ടില്ല. അറ്റ കൈ പ്രയോഗിക്കാൻ സമയമായി. സ്റ്റാർട്ട് ആക്ഷൻ. എന്തിനാ കഥ അടയ്ക്കുന്നേ? അയ്യോ, 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 എന്റെ അമ്മയ്ക്ക്. അയ്യോ, എന്റെ ചിന്നമ്മേ, ഇതെന്നെ അടിയാടി. അയ്യോ, 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 എന്റെ പൊന്നു ചിന്നമ്മേ, നിനക്ക് എവിടുന്ന് കിട്ടി ഇത്രയും ബലം? ഈ ബലം പവർ മാറ്റിന്റെയോ ജീവൻ ടോണിന്റെയോ അല്ല, ഡോക്ടർ ഗോൺസാൽവസിന്റെ. മര്യാദയ്ക്ക് ചോറുണ്ടിട്ടിടന്ന് ഉറങ്ങാൻ നോക്ക്. അവളുമാര് കൊട്ടുന്ന താളത്തിന് തുള്ളിട്ട് നമുക്കെന്താടാ ഗുണം?
രേഷ്മ ആരാ മോള്? വെറുതെ ഇങ്ങനെ വാചകം അടിച്ച് ഐസ്ക്രീം തിന്ന് നടക്കാന്നല്ലാതെ അവളെ ഒന്നും ഉപ്പ് നോക്കാൻ കിട്ടില്ല. അവളെ പുലിയാ പുലി. പുലിക്കല്ലടാ ഫ്രെഡിയുടെ ഉന്നം, മാൻപേടയ്ക്കാ. നീണ്ടു വിടർന്ന കണ്ണ് വെട്ടിച്ച് വെട്ടിച്ച് തെന്നി തെന്നി പോകുന്ന ഒരു ഇളമാൻ പേട. നീ ആരുടെ കാര്യ പറയുന്നത്? ഗംഗ തോമസ്. അവളെ ഞാൻ എന്റെ വള്ളിക്കുടലിൽ വരുത്തും. നടക്കുന്ന കാര്യം വല്ലതുണ്ടെങ്കിൽ പറയടാ. നടത്തും. കാണണോ? ഹലോ, ആരാ? ഹലോ, ഗംഗയാണോ? അതെ. ഞാൻ നന്ദു സാറാണ്. ഹലോ ഹലോ, ഗംഗ എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ നന്ദു സാറാണ്. കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ടോ തെണ്ടി? എന്താ? റോങ് നമ്പർ. ആ വാദ്യാരുടെ ശല്യം തീർന്നില്ലെന്ന് എന്താടി പറഞ്ഞത്? അത് നന്ദു സാർ ആയിരിക്കില്ല. പിന്നെ ആരടി ഓടേ തമ്പുരാനോ? നന്ദു സാർ അങ്ങനെയുള്ള ആളല്ല. പെണ്ണിന്റെ കോളേജിൽ പോക്ക് നിർത്തിയിട്ട് സമ്മതിക്കില്ലാന്ന് വെച്ചാ ഇനി അവനെ അവിടെ വെച്ച് വാഴിച്ചിട്ട് കാര്യമില്ല. അയ്യോ, മാറി. എന്തു പറ്റി സാർ? ഇത് നമ്മൾ തമ്മിലുള്ള പ്രശ്നം കോളേജിൽ ഒരു ഇഷ്യൂ ആക്കരുത്. ലീവ് മീ അലോൺ. വീട്ടിലിരുത്താന്ന് വെച്ചാലും നീ ഞങ്ങളുടെ പെങ്ങളെ വെറുതെ വിടുകയില്ല അല്ലേടാ? പെൺപിള്ളേരെ മാനം മര്യാദക്ക് ജീവിക്കാൻ സമ്മതിക്കില്ല അല്ലടാ? എന്താ എന്താ കാര്യം? കാര്യം നിനക്ക് അറിയില്ല അല്ലടാ? ഇത് മാർക്കറ്റല്ല. ഈ കോമ്പൗണ്ടിൽ കയറി തെമ്മാടിത്തരം കാണിക്കാൻ നിങ്ങൾക്ക് ആരാ അധികാരം തന്നെ? ഇങ്ങോട്ട് തെമ്മാടിത്തരം കാണിച്ചാൽ അങ്ങോട്ടും കാണിക്കും. അതിൽ പാറപ്പുറന്മാർക്കാരും ഉത്തരവൊന്നും വേണ്ട. ആരെന്ത് തെമ്മാടിത്തരം കാണിച്ചു എന്നാ പറയണത്? ഇവന്റെ ശല്യം കാരണം ഞങ്ങളുടെ പെണ്ണിനെ കോളേജിൽ വിടുന്നത് നിർത്തി. പേടിച്ചിട്ടല്ല, വെറുതെ പ്രശ്നം ഉണ്ടാക്കണം എന്ന് കരുതിയാ. എന്നിട്ട് വിടുകയെന്ന് വെച്ചാ എന്താ നന്ദു ഈ കേക്കണേ? ഞാൻ മനസ്സറിയാത്ത കാര്യച്ചോ. പിന്നെ ഫോണിൽ കൂടെ മറ്റോടാ മാറ്. ഇവനെ പോലുള്ളവരെ ഇവിടെ വെച്ചോണ്ടിരിക്കുന്നേ അച്ഛനും കൂടെ നടക്കടാ. ഇനി എങ്ങാനും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അടിച്ചവന്റെ നട്ടൊലി അങ്ങ് ഓടിക്കും. വാടാ. എല്ലാവരും ക്ലാസ്സുകളിലേക്ക് പോണം. എല്ലാവരും അവരവരുടെ ക്ലാസ്സുകളിലേക്ക് പോണം. പോണം 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 വേഗം പോണം 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 വേഗം പോണം. കരയാതിരിക്കുന്നില്ലേ? നന്ദ സാർ അങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ല. ഇന്ദുവിനോട് ഇനി എന്ത് പറഞ്ഞൊന്ന് വിശ്വസിപ്പിക്കുക. സ്റ്റുഡൻസിന്റെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെ നോക്കും ഫാദർ? ദിസ് ഇസ് ടു മച്ച്. നന്ദുവിനെ എനിക്ക് വിശ്വാസമാണ്. പക്ഷെ എവിടെയോ എന്തോ കുഴപ്പമുണ്ട്. ധൈര്യമായിരിക്കും. ദൈവം നമ്മെ കൈവിടില്ല. സൂക്ഷിച്ച് സൂക്ഷിച്ച് സൂക്ഷിച്ച്. പെട്ടെന്നുണ്ടായ ടെൻഷനിൽ ബോധം കെട്ട് വീണു എന്നല്ലാതെ നന്ദുവിനിപ്പോ യാതൊരു കുഴപ്പമില്ല. കുഴപ്പമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ചെറിയൊരു നമ്പർ, അതുകൊണ്ട് രക്ഷപ്പെടാൻ പോകുന്ന മറ്റാരുമല്ലോ. അത് ശരിയാ. പക്ഷേ ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് ഒരു കള്ളം പറയാൻ. സത്യം മാത്രം പറയുന്ന ഒരു അരിച്ചത്രൻ. അതല്ലടോ, ഈ കളി പൊളിഞ്ഞാൽ ഇന്ദു സത്യം അറിഞ്ഞാൽ എനിക്ക് ധൈര്യമില്ലടോ. എനിക്ക് ധൈര്യമുണ്ടല്ലോ. എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ഡീൽ ചെയ്യാൻ പോകുന്നു. ഇന്ദു തന്നെ വിശ്വസിക്കൂ. വൈ നോട്ട്? ഇന്ദിരയുടെ മുമ്പിൽ ഞാൻ മനസ്സുഖം മാത്രം കൂട്ടിയല്ല, ഡോക്ടർ ഗോൺസാൽവസ്
മനഃശാസ്ത്രം. മണിച്ചിത്രത്താഴ്. ഓക്കേ, കുറെ നേരം ആയാലും രണ്ടാളും കൂടി മൂലയ്ക്ക് മുറുമുറുക്കാൻ തുടങ്ങിയിട്ട്. ഒന്നുമില്ല, ഞങ്ങളൊരു കോൺഫറൻസിന്റെ കാര്യം പറഞ്ഞ. ശരി ഡോക്ടർ, ഇവിടെ വന്നു. നീ ഇങ്ങനെ കുത്തിയിരിക്കാതെ അങ്ങോട്ട് കാര്യം കിടക്ക്. എന്താന്ന് വെച്ചാ പറ. ബാറിൽ തല്ലുണ്ടായ പരിക്കും വെച്ച് സെന്റിമെന്റ്സ് അടിച്ച ഒരിക്കൽ ഇന്നലെ നിനക്ക് തിരിച്ചു തന്നില്ലേ? അതിന് നീ ഭാഗ്യമുള്ളവനാ. ഗോവേണിയിൽ നിന്ന് ബോധം കിട്ടു വീണ വകയില് നിനക്ക് ഞങ്ങൾ ഒരു പുനർജന്മം തരാൻ പോവാ. എങ്ങനെ? നിനക്കിപ്പോ എന്താ വേണ്ടത്? എല്ലാ പിണക്കങ്ങളും മറന്ന് ഇന്നലെ നിന്നെ സ്നേഹിക്കണം, അത്രയല്ലേ ഉള്ളൂ. എല്ലാം ഞാൻ പറഞ്ഞ് ശരിയാക്കി തരാം. നീ കണ്ണടച്ച് കിടന്നാ മാത്രം മതി. കിടക്കട. അല്ല എന്റെ ഇന്ദുട്ടി കിടക്കടാ ശൂലനാ കിടക്കണം. നന്ദുവിന് ഇടയ്ക്കിടയ്ക്ക് തലവേദന വരാറുള്ളത് ഇതെനിക്കറിയാലോ. പക്ഷെ അത് നന്ദേട്ടൻ എന്താ അസുഖം? ഇങ്ങോട്ട് വരൂ. മെഡിക്കൽ സയൻസിൽ ബ്രെയിനോ ഫ്രിഞ്ചീരിയ ഒട്ടോപ്പിക്ക എന്നാണ് ഈ അസുഖത്തിന്റെ പേര്. മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രോഗിയാണ് നന്ദു. അച്ഛനെ ഒന്ന് വിവരം അറിയിച്ചാലോ? അമേരിക്കയിലാവുമ്പോ. അമേരിക്കയിലെന്നല്ല, ലോകത്തൊരിടത്തും ഈ അസുഖത്തിനുള്ള മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. വൈദ്യശാസ്ത്രം ഈ രോഗത്തിനു മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുകയാണ്. ഇങ്ങനെ ഒരു രോഗിയാണെന്നുള്ള വിവരം ഒരിക്കലും അവൻ അറിയരുത്. മരിക്കുന്നത് വരെ അവൻ നമ്മളോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കട്ടെ. എത്രയും സ്നേഹം കൊടുക്കാൻ കഴിയുമോ അത്രയും സ്നേഹം കൊടുക്കും. എത്രയും സന്തോഷിപ്പിക്കാൻ കഴിയുമോ അത്രയും സന്തോഷിപ്പിക്കുക. അതെ, ഒരപേക്ഷയുണ്ട്. എന്താ ഫാദർ? 1 മണിക്കൂർ വിട്ടു തരണം. കോളേജ് ഓഡിറ്റോറിയത്തിൽ വെക്കാനാ. കുട്ടികൾക്ക് ബോഡി കാണുകയും റീത്ത് സമർപ്പിക്കുകയും ചെയ്യാലോ. അതിന് മരിച്ചിട്ടില്ല അച്ചോ. മരിച്ചിട്ടില്ലേ? ഇന്നലെ അറിഞ്ഞപ്പോ കരിഞ്ഞെന്ന് മൈ ജീസസ്. ലോകത്തൊരിടത്തും ഈ രോഗത്തിനുള്ള മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ലത്രേ. നമ്മൾ കളിച്ചത് കുറച്ച് കൂടിപ്പോയി. എത്ര കളിയാക്കി ആ നന്ദു സാറിനെ. നിന്നോട് ഞാൻ അന്നേ പറഞ്ഞ ഫ്രെഡി ചതിയനാണെന്ന്. ഗംഗയെ പാട്ടിലാക്കാൻ വേണ്ടി അവൻ നമ്മളെ കരുവാക്കി. നീ അതിനകത്ത് തുള്ളുകയും ചെയ്തു. പേഴ്സണൽ വീക്ക്നെസ്സിൽ കുത്തണമെന്ന് അവ അന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നി എന്തെങ്കിലും കെണി ഒപ്പിക്കുന്നു. ആ തെണ്ടി അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. ഇനിയിപ്പോ ആള് മാറി നോക്കുന്നത് നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ പാറയപ്പറമ്പന്മാരുടെ ഇടിയുടെ ചൂട് നീ ശരിക്കറിയും. എടാ, റെഡ്ഡി ഇതുവരെ ഒരു ഗെയിമിലും തോറ്റിട്ടില്ലെന്നറിയാലോ. ഈ ഗെയിമിൽ ചിലപ്പോ തോൽക്കേണ്ടി വരും. ഹലോ, ഇരിക്കേ. വേണ്ട, ഇരുത്തിരുത്തോളം മതി. നല്ല ചൂടിലാണല്ലോ. അതെ, എന്താ ചൂടറിയിക്കണോ? ചൂടറിയാൻ മോഹമുണ്ട്, പക്ഷെ ഇവിടെ വേണ്ട. ഊട്ടിയിലോ കൊടൈക്കനാലോ പോവാം അല്ലേ? നീയൊക്കെ ഞങ്ങളെ കുറിച്ച് എന്താണ് വിചാരിച്ചിരിക്കുന്നത്? ഫ്രണ്ട്സിനെ പോലെ ഒരു കമ്പനി കൂടിയെന്ന് വെച്ച് നീ പറയുന്നിടത്ത് പായ വിരിക്കുന്നോ? നമ്മൾ ടീമായി കളിച്ച ഗെയിം ഞാൻ ഒറ്റയ്ക്ക് കളിച്ചു. ദാറ്റ്സ് ഓൾ. വേണ്ട, ഇനി നീ അങ്ങനെ കളിക്കണ്ട. കളിച്ചാൽ നാ വരുന്ന ഞാൻ പട്ടിക്കിട്ട് കൊടുക്കും. റാസ്കൽ. രേഷ്മ, പോടാ. നാണക്കേട്. പറയാണ്ടിരിക്കാൻ ഒരുപാട് നോക്കി, പറ്റുന്നില്ല. കൊച്ചമ്മ എന്നോട് പൊറുക്കണം. നന്ദു സാർ ഒറ്റയ്ക്കുണ്ടായിരുന്ന ദിവസം കള്ളഫോൺ ചെയ്ത് റേസ കൊച്ചമ്മ ഇങ്ങോട്ട് വിളിപ്പിച്ചത് ആ രേഷ്മ കൊച്ചും കൂടെയുള്ള പിള്ളേരുമാ. നന്ദു സാർ പാവമാ. ഇവിടെ ഉണ്ടാവണ കാര്യങ്ങളൊക്കെ ആ കുട്ടി എന്നോട് ചോദിക്കുമായിരുന്നു. ഞാനൊക്കെ പറയാറുണ്ട്. കളിതമാശയാന്നാ കരുതിയേ. ഇങ്ങനൊക്കെ ഉണ്ടാവുമെന്ന് അറിഞ്ഞിരുന്നില്ല. ഇന്ദുവിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും ഇങ്ങനൊക്കെ തന്നെ സംഭവിക്കൂ. പാവം നന്ദേട്ടൻ, എന്തൊക്കെയാ ഞാൻ ചെയ്തേ? സാരമില്ല, ഇപ്പോഴെങ്കിലും എല്ലാം ബോധ്യമായല്ലോ. റേസ മനസ്സിലൊന്നും വെക്കരുത്. ഞാൻ അതൊക്കെ എപ്പോഴേ മറന്നു. വരട്ടെ. തലേമ തലതെറിച്ച പിള്ളേര് കാണിക്കുന്ന ഓരോരോ കുന്നായ്മകളെ ഇവറ്റങ്ങളൊക്കെ പുളിവാറിലുകൊണ്ട് ചന്തിക്ക് നോക്കി നല്ല പെടപടിക്കാ വേണ്ടത്. മോളിത് വന്ന് പറഞ്ഞത് നന്നായി. ഇല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് എന്റെ മോൻ വന്നാലുടനെ ഇവളുമായിട്ടുള്ള ബന്ധം ഏർപ്പെടുത്തിച്ചാനെ. മാതാവ് സഹായിച്ചു.
പോട്ടെ അമ്മേ. അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ. കർത്താവ് കുറ്റം ചുമത്താത്തവനും ഹൃദയത്തിൽ കുറ്റം ചുമത്താത്തവനും ഭാഗ്യവാൻ. ഞാൻ പാപങ്ങൾ ഏറ്റു പറയാതിരുന്നപ്പോൾ ദിവസം മുഴുവൻ കരഞ്ഞ് എന്റെ ആത്മാവ് ക്ഷയിച്ചു പോയി. നീ എന്തിനാ വാതിലും ജനലും അടച്ചു കുച്ചിയിടുന്നേ? കിടന്നുറങ്ങണ്ടായോ? സമയം എത്രയെന്നറിയോ? ഓ, ഉറങ്ങാനാണ്. നീ കുതിരയെയും കോബ്രകഴുതയെയും പോലെ ബുദ്ധിയില്ലാത്തവനാകരുത്. കടിഞ്ഞാൺ കൊണ്ട് നിയന്ത്രിച്ചില്ലെങ്കിൽ അവൻ നിന്റെ വരുതിയിൽ നിൽക്കുകയില്ല. ഗോത്രം എന്തോ എന്തു ഇവിടെ ഉണ്ട് കിടക്ക. എന്തുപറ്റി? 1-2 പ്രാവശ്യം ഒമിറ്റ് ചെയ്തു. എന്തുപറ്റി? എന്തോ പേടിക്കൊന്നും വേണ്ട. ഈ വീട്ടില് ഓടിക്കളിക്ക ഒരു കുട്ടിമാഷ് വരാൻ പോവാ. ചെലവുണ്ട് മാഷ്. നീ എന്താടി കുന്തം വീഴമാരി നിക്കണത്? അവർക്ക് എന്തേലും വർത്താനം പറയാനും പിടിക്കാനും ഒക്കെ ഉണ്ടാവും. നീ ഇങ്ങോട്ട് വാടി മോളെ. സത്യ വേണ്ട വേണ്ട, നന്ദേട്ടന് സുഖമില്ലാത്ത. സുഖമില്ലേ? അല്ല, നന്ദേട്ടനല്ല, എനിക്ക്. പിന്നെ ബ്രെയിൻ ഓഫ് ഇഞ്ചീനിയ ഒട്ടോപ്പിക്ക. എന്റെ ദൈവമേ, പേര് കേട്ടാൽ തന്നെ ഏതോ വലിയ മാരക രോഗമാണെന്ന് ആർക്കാ തോന്നാത്തത്? പിന്നെന്തൊക്കെ പറഞ്ഞു? ഈ രോഗം ബാധിച്ചവർക്ക് ദീർഘായുസ് ഉണ്ടാവില്ലെന്നും പറഞ്ഞു. ഇന്നെനിക്ക് മനസ്സുകൊണ്ടാകാൻ വേണ്ടി ഞാൻ ഒരു തമാശ കൂടി പൊട്ടിച്ചു. ഈ രോഗത്തിന് ലോകത്ത് ഇതുവരെ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല എന്നും ഞാൻ പറഞ്ഞു. അപ്പൊ എയ്ഡ്സ് പോലുള്ള രോഗമാണെന്ന് കരുതി കാണും. വായടക്കടക്കും. എന്റെ ഈശ്വര, പിന്നെ എങ്ങനെയാ അവള് കരയാണ്ടിരിക്കണേ? ഇത്രയും വലിയ ചതിയാണ് നിങ്ങൾ എന്നോട് ചെയ്തതെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. തൽക്കാലം കുറച്ച് നാളത്തെ കൂടി നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ഐ വിൽ ടെൽ യു എ ഫിലോസഫി. ശാപമുണ്ടെങ്കിലേ ശാപമോക്ഷം ഉണ്ടാവൂ. ആൻഡ് വൺ മോർ തിങ്, ജൂലിയസ് സീസർ once. എനിക്കിനി അവളുടെ മുമ്പിൽ വേഷം കെട്ടാൻ പറ്റില്ല. അവളുടെ സ്വഭാവം നിങ്ങൾക്ക് ശരിക്കറിയാലോ. ഇനിയും ഞാൻ അവളെ വിട്ടിയാക്കി എന്നറിഞ്ഞ എന്തൊക്കെയാ ഉണ്ടാവാൻ പോകുന്നത് എനിക്ക് ഒരു പിടിയില്ല. ഞാനൊക്കെ തുറന്നു പറയാൻ പോവാ. പെട്ടെന്നെങ്ങനെ തുറന്നു പറഞ്ഞ ഒന്നല്ല രണ്ടാ. തുറന്നു പറയാനുള്ള ഒരു ധൈര്യത്തിന് വേണ്ടിയിട്ടാ. വല്ലവനൊക്കെ പറഞ്ഞറിയുന്നില്ല നല്ലത് ഞാൻ തന്നെ പറയുന്നതല്ലേ. അവൻ അവിടെ ചെന്ന് ആകെ ചളാക്കൂ. ഇനി അവളെങ്ങാനും അമേരിക്കയിലോട്ട് വിളിച്ച് അളിയനെങ്ങാനും ഇങ്ങോട്ട് കെട്ടിയെടുത്താ എന്നാ സാറിന്റെ 16 അടിയന്തരം നടത്തിക്കൊണ്ടാ മതി. ഒരുപാട് നാളായി നല്ല ഒരു സത്യം ഉണ്ടിട്ട്. അതെ, ചെന്നിട്ടട വയസ്സായ മനുഷ്യന് ഒരു മര്യാദയൊക്കെ വേണ്ടടാ. ഹലോ, അതെ അങ്കിളാ. വിവരങ്ങളൊക്കെ അറിഞ്ഞു. കൺഗ്രാചുലേഷൻസ്. മോള് കരയാതിരിക്കൂ. നന്ദു അങ്ങോട്ട് വരുന്നുണ്ട്. അച്ഛനാവാൻ പോവല്ലേ, ലേശം കഴിച്ചിട്ടുണ്ട്. മോള് വഴക്കൊന്നും പറയണ്ട. ഇല്ല. അയ്യേ, മോള് ധൈര്യമായിട്ടിരിക്കേ. അങ്കിളല്ലേ പറയണേ, ഒക്കെ ശരിയാവും. ഓക്കെ. കുടിച്ചൂലേ? ആ കുടിച്ചു. വരൂ. ഞാൻ എന്തിനാ കുടിച്ചെന്ന് നീ എന്താ ചോദിക്കാത്തത്? എന്തിനായാലും എന്താ, നന്ദേട്ടന് ഇഷ്ടമായിട്ടല്ലേ. നന്ദേട്ടന്റെ ഇഷ്ടം എന്റെ ഇഷ്ടം. ഓ, നീ ഇനി ഒന്ന് വഴക്ക് പറയുന്നു, അല്ലെങ്കിൽ എന്നോടൊന്ന് പിണങ്ങ്. എന്തിനാ പിണങ്ങണേ? എനിക്ക് ബോധ്യായി, മണിക്കൂറും മിനിറ്റും കണക്ക് കൂട്ടി അളന്നു തൂക്കി ജീവിക്കണത് ഒരു ജീവിതമല്ല. ഇത്തിരി ഉഴപ്പും മടിയും കുസൃതിയൊക്കെ കൂടുമ്പോഴേ ജീവിതത്തിനൊരു രസമുള്ളൂ. നന്ദേട്ടന് കുടിക്കണമെന്നുണ്ടെങ്കിൽ കുടിച്ചോളൂ, പക്ഷെ കുടിച്ചിട്ടിങ്ങനെ വണ്ടി ഓടിക്കണ്ടായിരുന്നു. അയ്യോ എന്റെ ഇന്ദൂട്ടി, എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പൊ ഇനി ഒന്നും പറയണ്ട. ഞാൻ നല്ല ബോധത്തോടു കൂടി തന്നെ സംസാരിക്കുന്നത്. അല്ലെന്ന് ആരെങ്കിലും പറഞ്ഞോ? വാ.
എന്റെ ഈശ്വര, ഞാൻ ഇനി ഇവിടെ എങ്ങനെയാന്ന് പറഞ്ഞ് മനസ്സിലാക്കുക? എന്റെ ഇന്ദൂട്ടി എനിക്ക് ഒരേ അസുഖവും ഇല്ല. ഉണ്ടെന്ന് ആര് പറഞ്ഞു? പിന്നെ നീ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആകെ മാറി. ലൈഫ് എൻജോയ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. നിന്റെ മനസ്സിൽ വിഷമമുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് ഒരു വിഷമമില്ല. നന്ദേട്ടൻ വിഷമിക്കാണ്ടിരുന്നാ മതി. ഓ എന്റെ ഇന്ദൂട്ടി, ഞാൻ പറയുന്നൊന്ന് കേൾക്കുന്നുണ്ടോ? ഇനിയെങ്കിലും ഒരു സത്യം ഞാൻ വെട്ടി തുറന്ന് പറയാം. എനിക്ക് യാതൊരു അസുഖവും. കീപ് ക്വൈറ്റ്. അത്താഴവും കഴിച്ച് എന്റെ കുട്ടി സുഖമായി കിടന്നുറങ്ങണം. അയ്യോ, എന്ത് പറ്റി? തേങ്ങ കൊല. എന്റെ പഠിപ്പ് നിന്നതിലല്ല, നന്ദു സാറിന് ഈ സ്ഥിതി വന്നല്ലോ എന്ന് ഓർത്താ എനിക്ക് വിഷമം. തെറ്റും ഞങ്ങളുടെ ഭാഗത്താ. വെറുതെ ഒരു വാശിയുടെ പേരിൽ ചെയ്ത കുസൃതികളാ ഇതെല്ലാം. അസുഖാണെന്ന് അറിഞ്ഞിട്ടും നന്ദു സാറിനൊന്ന് കാണാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഞാൻ. കഴിഞ്ഞെല്ലാം മറക്കണം. ഗംഗ കോളേജിലേക്ക് വരണം. ഇല്ല, ചേട്ടന്മാര് സമ്മതിക്കില്ല. ഞങ്ങൾ അവരോട് സംസാരിക്കാം. ലീവ് എക്സ്റ്റെൻഡ് ചെയ്യാൻ മാത്രമുള്ള അസുഖമൊന്നും എനിക്കില്ല ഫാദർ. അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്, വീഴ്ചയുടെ ക്ഷീണം പൂർണ്ണമായിട്ടൊന്ന് മാറിക്കോട്ടെ എന്ന് വെച്ചിട്ടാ. അതൊക്കെ എന്നേ മാറി. എന്റെ പൊന്നി ടീച്ചറെ, ഞങ്ങൾ ബേളുണ്ടാക്കാൻ വന്നൊന്നുമല്ല. ദേ ഇവളുമാരെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ വന്ന സാറല്ലേ ഇവിടെ? അകത്തുണ്ട്, വരൂ. പേടിക്കണ്ട, തല്ലുണ്ടാക്കാൻ വന്നൊന്നുമല്ല. സാറിനെ ഞങ്ങൾ ഒരുപാട് ഉപദ്രവിച്ചു. ഇതിന്റെ പിന്നിൽ വേറെ കള്ളക്കളിക്കാരുണ്ടെന്ന് ഇപ്പോഴാ അറിഞ്ഞത്. ഞങ്ങളോട് ക്ഷമിക്കണം. ഇന്ദു ടീച്ചറിനോടുള്ള ദേഷ്യം കൊണ്ട് എന്തൊക്കെയോ ചെയ്തു പോയി. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കള്ളഫോൺ ചെയ്ത് എല്ലാരെയും തെറ്റിദ്ധരിപ്പിച്ചത് ഞങ്ങളാ. ഒരു തമാശയ്ക്ക് വേണ്ടി ചെയ്തതാ. പക്ഷേ ഇപ്പോ രണ്ടാളും ഞങ്ങൾക്ക് മാപ്പ് തരണം. ഇപ്പോഴെങ്കിലും നല്ല ബുദ്ധി തോന്നിയില്ലോ. ഈ ശാസിക്കുകയും ഗുണദോഷിക്കുകയൊക്കെ ചെയ്യുന്നത് നിങ്ങളുടെയൊക്കെ നന്മയ്ക്ക് വേണ്ടി തന്നെയാ. പാറേപ്പറന്മാര് തെമ്മാടികളാ. പക്ഷേ തെറ്റ് പറ്റിയെന്നറിഞ്ഞ മാപ്പ് ചോദിക്കാനോട്ട് മടിക്കാറില്ല. വിവരങ്ങൾ അറിഞ്ഞപ്പോ 3 എണ്ണത്തിനെ കൊണ്ട് പോന്നാ. നേരിട്ട് വന്നത് പറഞ്ഞില്ലെങ്കിൽ മനസ്സിനൊരു സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ട് വന്നാ. സാറ് ക്ഷമിക്കണം. വരട്ടെ. സാറിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം. പ്രാർത്ഥന എപ്പോഴും നല്ലതാ. ചെല്ല് ചെല്ല്. ആ വേഗം വേഗം. ആ നടക്ക്, വാ. തലവേദനയുണ്ടോ? ഒന്നുമില്ല എന്റെ എന്തൂട്ടി, നീ എന്നെ ഒന്ന് ഒറ്റയ്ക്ക് വിട്. തെറ്റാർക്കും പറ്റാം, മനുഷ്യരല്ലേ. പക്ഷെ അത് തിരുത്താനുള്ള മനസ്സുണ്ടാവുന്നത് വലിയ കാര്യ. പ്രാർത്ഥിക്കാന്ന് അവര് പറഞ്ഞപ്പോ ഞാൻ ആകെ പേടിച്ചു പോയി. നന്ദേട്ടന്റെ അസുഖത്തെ കുറിച്ച് അവരെങ്ങാനും പറഞ്ഞിരുന്നെങ്കിൽ. അല്ല, നന്ദുവിന്റെ കാര്യം ഇനിയും ഡാഡി അറിയിക്കാൻ ടീച്ചർ വെച്ച് താമസിപ്പിക്കുന്നത് ശരിയാണോ? ഡോക്ടർ മേനോ മോശക്കാരനൊന്നുമല്ല. എങ്കിലും അമേരിക്കയിൽ കൊണ്ടുപോയി വിശദമായൊരു ചെക്കപ്പ് നടത്തിയ ചിലപ്പോ. കുറച്ചു ദിവസമായി ഞാനും അത് തന്നെ ആലോചിച്ചോണ്ടിരിക്കുക. എങ്കിൽ പിന്നെന്തിനാ ഇനിയും വെച്ച് താമസിപ്പിക്കുന്നേ? വിവരങ്ങളെല്ലാം വിശദമായിട്ട് പറഞ്ഞ് അമേരിക്കയിലേക്ക് ഒരു കത്തയച്ചുകൂടെ? ഇല്ലെങ്കിൽ ഫോണിൽ വിളിച്ചു പറഞ്ഞാലും മതി. ഫാദർ, God bless you. My God, what a sudden surprise. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഇന്നലെ ധാരാ വന്നിരിക്കുന്നു. നോക്കിയേ,
ഡാഡി വരുന്ന ഇവരൊന്ന് ഫോൺ ചെയ്ത് പറഞ്ഞൂടായിരുന്നോ? എന്താ ഡാഡി ഇത്? എന്തായി കാണിക്കുന്നത്? നന്ദേട്ടന്റെ മുമ്പിലാണോ ഇതൊക്കെ? എന്തിനാ അമ്മാവൻ കരയുന്നത്? അത് പിന്നെ പെട്ടെന്ന് നന്ദേട്ടനെ കണ്ടപ്പോ സന്തോഷം വന്നു. സന്തോഷം. നിനക്ക് സുഖം തന്നെയില്ലേ നന്ദു? നിങ്ങളുടെയൊക്കെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ഇന്ദ്രയ്ക്ക് ഒരു അസുഖമില്ല. ഡാഡി ഡാഡി വന്നേ വാ. ഒരു രോഗിയാണെന്നുള്ള വിവരം നന്ദേട്ടനെ അറിയിക്കരുതെന്നാ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നന്ദേട്ടനോട് പറയണ്ട, ഒരിക്കലും പറയണ്ട. പറഞ്ഞ അവൻ എന്നെ പോലെ കൺട്രോൾ ചെയ്യാൻ പറ്റിന്ന് വരില്ലേ? മതി, ഇവിടുത്തെ ചികിത്സയൊക്കെ മതി. നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇവിടുന്ന് നന്ദുവിന്റെ മെഡിക്കൽ റിപ്പോർട്ട്സ് എല്ലാം വാങ്ങിക്കണം. പിന്നെ എക്സ്റേ റിസൾട്ട് ഉണ്ടെങ്കിൽ അതും. മോളെ, നീ എന്നെ പോലെ കൺട്രോൾ ചെയ്യും. ആരാ അവനെ ചികിത്സിക്കുന്ന ഡോക്ടർ? വേറെ ആരുമല്ല, അമ്മാവനാ. ആര്? നിന്റെ അമ്മാവനോ? എന്റെ അളിയനോ? എന്റെ ദൈവമേ, അവൻ ഡോക്ടറാണെന്ന് ആരാ പറഞ്ഞത്? അവൻ എങ്ങനെയാ ഡോക്ടറായത്? ആരാ അവനെ ഡോക്ടറാക്കിയത്? ഈ ഞാൻ അമേരിക്കൻ ഡോളർ എണ്ണിക്കൊടുത്താണ് ഞാൻ അവനെ ഡോക്ടറാക്കിയത്. മെഡിക്കൽ കോളേജിൽ നിന്നല്ല, മെഡിക്കൽ കോളേജിൽ നിന്ന്. അവനെ കൊണ്ടാണോ ഇത്രയും പേരും പെരുമയുള്ള രോഗത്തിനൊക്കെ ചികിത്സിക്കുന്നത്? അത് ഇടയ്ക്കിടയ്ക്ക് തലവേദന വരുമായിരുന്നു നന്ദേട്ടന്. അപ്പോഴൊക്കെ അമ്മാവനാ മരുന്ന് കൊടുത്തിരുന്നത്. മനസ്സിലായി, എനിക്ക് കംപ്ലീറ്റ് മനസ്സിലായി. അവൻ മരുന്ന് മാറിക്കൊടുത്താണ് നിന്റെ ഭർത്താവിനെ മഹാരോഗിയാക്കി മാറ്റിയത്. ഇത് ഞാൻ സഹിക്കില്ല, ഒരിക്കലും സഹിക്കില്ല. കൊല്ലും ഞാൻ അവനെ, ജീവനോടെ കൊല്ലും. അതുവരെ നീ കൺട്രോൾ ചെയ്യും. ഹലോ, ഡോക്ടർ മേനോൻ ഹിയർ. അങ്കിളെ, തോക്ക് തോക്ക്. ആര്? ഞാനോ? എനിക്ക് തോക്കാൻ മനസ്സില്ല. നീ വേണി തോക്ക്. അയ്യോ അല്ലെങ്കിലേ, അമ്മാവൻ തോക്കുമായിട്ട് അങ്ങോട്ട് വരുന്നുണ്ടെന്ന്. ഏതമ്മാവൻ? അമേരിക്കയിലുള്ള ഇന്ദിരയുടെ അച്ഛൻ. ഇങ്ങോട്ടോ? എന്തിന്? കൊല്ലാൻ. മതകുട്ടി, അളിയനെത്തിണ്ട് അമേരിക്കന്ന്. വരട്ടെ. എന്തിനാ ഇങ്ങോട്ട് ഓടി വന്ന? അളിയൻ ഇവിടെ ഒന്നില്ലല്ലോ. അങ്ങോട്ടെങ്ങനെ ഓടും? അവിടെ തോക്കുമായിട്ട് നിൽക്കല്ലേ? തോക്കോ? ഫോറിൻ തോക്കാണോ? എങ്കിൽ വെടിപൊട്ടും, ഷുവർ. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല. മാധവൻകുട്ടി എന്റെ കൂടെ വരണം. ഞാനോ? സോറി, എന്റെ മനഃശാസ്ത്ര സമീപനം അമേരിക്കയിൽ നിന്ന് വന്ന ഒരുത്തന്റെ മുമ്പിൽ ചാമ്പലാക്കി കളയാൻ ഞാൻ തയ്യാറല്ല. എന്ന് പറഞ്ഞാൽ ഞാൻ കൂടെ വരുന്ന പ്രശ്നമില്ലെന്ന്. ഇല്ലാത്ത കള്ളത്തരങ്ങൾ മുഴുവൻ പറയിപ്പിച്ച് നീ മുങ്ങാനാണോ ഭാവം? കള്ളനോ? കയ്യെന്ന് വിട്. വരുമെന്ന് പറയാതെ വിടുന്ന പ്രശ്നമില്ല. വരാൻ ഡോക്ടറെ. മതകുട്ടി, എന്നെ ഓടിക്കല്ലേ, എനിക്ക് പ്രഷറുണ്ട്. എന്ത് പ്രഷർ ഉണ്ടായാലും ഞാൻ കൂടെ വരുന്ന പ്രശ്നമില്ല. നീ വന്നുള്ള സത്യം പറഞ്ഞാൽ മതി. അമേരിക്കൻ മലയാളികളുടെ തല്ലുകൊള്ളാൻ എന്നെ കിട്ടില്ല. നിന്നെ കൂടി ഞാൻ പറയിപ്പിക്കും. കള്ളം തന്റെ. അയ്യോ, നല്ല പ്രഷർ. എന്റെ ദൈവമേ, അടി വരുമ്പോ കൂട്ടത്തോടെ ആണല്ലോ ഇവിടെ ഇയാള്. അവിടെ അവര് ഒന്ന് നിന്നേ സാറേ. സാറേ ഒന്ന് നിക്ക് സാറേ. സാറേ ഈ സമ്മാനം തരാനാ. സമ്മാനം പള്ളിക്കൊണ്ട് കൊടുത്താൽ മതി. എന്റെ പിന്നാലെ കൊടുത്തപ്പോ പിന്നല്ലാണ്ട് വേറെ. സാറേ ഒന്ന് നിന്നേ. അതെ പറഞ്ഞു. ബ്രേക്ക് പിടിക്കണം. എന്തിനാ ഓർണേ? തടിക്ക് കോട്ടം തട്ടാതിരിക്കാൻ ഓട്ടം നല്ലതാ. അത് ശരി. ഡോക്ടർ സാറിനെ കണ്ടോ? ഇല്ലല്ലോ. അങ്ങോട്ട് വരുന്നു പറഞ്ഞാണല്ലോ പോന്നത്. എന്ത് പുല്ല്? അമേരിക്കയിലെ സാറും നന്ദു സാറും ഇന്ദു സാറും വരുന്നുണ്ട്. എവിടെ? എന്റെ പുറകെ. ഞാൻ അവർക്ക് എസ്കോർട്ടായിട്ട് പോകുന്നതാ. കൊണ്ടുകൊടുക്കാമെന്ന് കരുതി ഉപ്പാപ്പന്റെ വീട്ടിൽ ചെന്നപ്പോ ഉപ്പാപ്പൻ പായ് കൊടുത്ത് നിൽക്കുന്ന പറഞ്ഞ പോലെ ആയാലോ ഇത് ആരോഗ്യം. അതെ ഡോക്ടർ സാർ. അയ്യോ അയ്യോ, എന്റെ സൈക്കിള്. അങ്കിളെ ഒന്ന് നിന്നേ. മോളെ ഓടല്ലേ, വയറു കുലുങ്ങും. കടിഞ്ഞൂല കടിഞ്ഞൂല്. അമ്മാവോ ഓടല്ലേ, നിക്ക്. ഓടിയാൽ അവർ വെടിവെച്ച് വീഴ്ത്തും. അമേരിക്കയിലുള്ള ഹിന്ദുവിന്റെ അച്ഛൻ തോക്കുമായിട്ട് വന്നിരിക്കുക. അമ്മാവനെ പറയുന്നത് കേക്ക്. മോളെ ഓടല്ലേ, ഓടല്ലേ മോളെ. സാറേ ഒന്ന്
വയ്യ. ഒന്ന് നിൽക്ക് സാറേ. എന്റെ സൈക്കിള് തായോ? അയ്യോ എന്റെ സൈക്കിള് 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 തന്നേച്ചു പോണേ. അമ്മാവൻ നിക്ക്, ഒന്നാമത് ഈ വയസ്സാകാൻ എനിക്കിതൊക്കെ ചെയ്യില്ല. ഓടല്ലേ, ഞാൻ പറയുന്നത് കേൾക്ക്. ഞാൻ ഓടി വന്നില്ല, ഓടുന്നു പറയാം. അമ്മാവൻ ഞാൻ പറയുന്നത് കേൾക്ക്. എന്താ അറിയോ, കള്ളു കുടിച്ച് ഇവനൊക്കെ പറയുമ്പോ ആലോചിക്കണം, അവര് തോക്കും കൂടെ പുറകെ വരുന്നുണ്ട്. നന്ദേട്ടാ. ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടാവില്ല ഈശ്വര. അവിടെ നിൽക്കാൻ പറഞ്ഞില്ലേ? വയ്യ, ഓടാൻ വയ്യ. അയ്യോ അത് വാടകയ്ക്ക് എടുത്തതാണ്. ബൈസിക്കിള് തന്നെ എന്റെ ബൈസിക്കിള്. സൈക്കിള് തായോ? സൈക്കിള് തായോ? സൈക്കിള്. എടാ കള്ളാ കള്ളാ കള്ളാ. നമ്മുടെ ഈ പഞ്ചായത്തിൽ ഒരു കള്ളനോ? വണ്ടി ഇരിക്കടാ. സൈക്കിള് തന്നേച്ചു പോണേ. മാധവൻ കുട്ടിച്ചേട്ടാ, അയ്യോ എന്റെ ബൈസിക്കിള്. വണ്ടി കുറച്ചുകൂടെ സ്പീഡ് വിടടാ, കുറച്ചുകൂടെ സ്പീഡ് വിടടാ വണ്ടി. ഇടിച്ചിടാ അവനെ. പാറേപ്പറമ്പന്മാർക്ക് തെറ്റുപറ്റിയാൽ മാപ്പ് പറയാൻ ഒരിക്കലും മടിക്കാറില്ല. മാപ്പ് പറഞ്ഞിട്ട് എന്ത് കാര്യം? എന്റെ ഏപ്പ് തിരിച്ചു കളഞ്ഞില്ലേ? ഇടുപ്പിന് താഴോട്ട് ഞാൻ മറന്നു. ഇവരൊരു സമ്മാനം തരാനാ പുറകെ ഓടിയത്. ആഹാ, ഓ, എന്റെ കയ്യിലിരിപ്പിന് ഇതിൽ കൂടുതലൊരു സമ്മാനം എനിക്കിനി കിട്ടാനില്ല. എനിക്ക് വേണ്ടി കണ്ണീരൊഴുക്കണ്ട. നിങ്ങൾ നിങ്ങളുടെ മകൾക്ക് വേണ്ടി കണ്ണീരൊഴുക്കുവീൻ. ആമേൻ. പോടാ, ആമേൻ പറയാറായിട്ടില്ല. അതിനു മുമ്പ് തൊഴുകൈകളോടെ എനിക്കൊരു സത്യം കൂടി തുറന്നു പറയാനുണ്ട്. എനിക്ക് തൊഴാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് എനിക്ക് വേണ്ടി എന്റെ ആരോഗ്യം തൊഴും. തൊഴടാ, തൊഴു. തല തകർന്നതാണേ. മരണം കാത്തു കിടക്കുന്ന ഒരാളുടെ അവസാന മൊഴി എന്ന നിലയ്ക്ക് ഇന്നിരിയുടെ അപേക്ഷയുണ്ട്. ഞാൻ പറയുന്ന സത്യങ്ങൾ കേട്ട് എടുത്തു ചാടി അവിവേകമൊന്നും കാണിക്കരുത്. മനസ്സാ വാച കർമ്മണ അറിയാത്ത കുറ്റത്തിന് നന്ദുവിനെ വേർപിരിഞ്ഞ് ഇന്ദു പോയപ്പോ നിങ്ങളെ വീണ്ടും ഒന്നിപ്പിക്കാൻ വേണ്ടി എന്റെ തലയിൽ ഉദിച്ച മനഃശാസ്ത്ര സമീപനമാണ് ബ്രെയിൻ ഓഫ് റെഞ്ചീനിയ ഓക്ടോപിക്ക. ഇങ്ങനെ ഒരു രോഗം ഈ ഭൂമിയിലെന്നല്ല ഈ പ്രപഞ്ചത്തിൽ എവിടെയെങ്കിലും ഉണ്ടോന്ന് പോലും എനിക്കറിയില്ല. അയ്യോ, നന്ദുവിന് യാതൊരു അസുഖവുമില്ല. ഇതാണ് സത്യം. മേനോൻ സാറ് പാവമാണ്. ഈ കുറ്റത്തിൽ വെറും ഒരു മാപ്പ് സാക്ഷി മാത്രം. എന്തുട്ടി, നിന്നെ വീണ്ടും വിഡ്ഢിയാക്കിന്നറിഞ്ഞപ്പോ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. എല്ലാം തുറന്നു പറയാൻ ഒരുങ്ങിയപ്പോഴൊന്നും നീയോട്ട് സമ്മതിച്ചുമില്ല. എന്തുട്ടി, കരയരുത് പ്ലീസ്. എനിക്ക് സന്തോഷമായി. ഇനി മനസ്സുഖത്തോടെ മരിക്കാം. എല്ലാം ഓക്കെ ആയ സ്ഥിതിക്ക് സാറിന്റെ മനഃശാസ്ത്ര സമീപനത്തെ കുറിച്ചുള്ള സത്യം ഇനി എല്ലാവരെയും ബോധ്യപ്പെടുത്തിക്കൂടെ? പിന്നെ ഓക്കേ.